പേടിക്കുന്നു. അതായത് മരിച്ചു പോവോ ഞാൻ, അങ്ങനെ പേടിച്ച് ജീവിക്കുന്നു. അതായത് എനിക്കും ജീവിക്കണം. നേരത്തെ മരിക്കാൻ വേണ്ടി കുടിച്ച ആളിന്ന് എനിക്കും ജീവിക്കണം. പക്ഷെ ജീവിതം എനിക്ക് സ്വൈര്യമായി, സ്വസ്ഥമായി, ശാന്തമായി ജീവിക്കണമെങ്കിൽ പറയുന്ന ഒരു പദ്ധതിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഏത് പൊട്ടനെ കൊണ്ട് കുടി നിർത്താൻ പറ്റും, നിർത്തിയ കുടി നിലനിർത്തി പോകണമെങ്കിൽ ഇവർ പറയുന്നത് 10%. 10% മീൻസ് ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നുമല്ല. അത് ബിഗ് ബുക്കിൽ തന്നെ ഇട്ട വേർഡാണ്. നമ്മളൊന്നും പുണ്യാളന്മാരല്ല. നമ്മളെല്ലാം ജീവിക്കാൻ, അതായത് കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ച് എന്നെ പോലത്തെ ആൾക്കാർക്കെല്ലാം ഒരു അച്ചടക്കത്തോടുള്ള ഒരു ജീവിതം ജീവിക്കാനുള്ള ഒരു അവസരം എന്നെ ഒരു മനുഷ്യനാക്കുന്നത്. ഞാൻ 7 മീറ്റിങ്ങിൽ വന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഏ ഇത് ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ക്രിസ്ത്യാനിയാക്കുന്ന പ്രോഗ്രാമാണ്. അവള് വിട്ടില്ല. കാരണം അവക്കായിരുന്നു ആവശ്യം. ഞാൻ ജീവിച്ചിരിക്കേണ്ടതും എൻ്റെ മക്കൾക്ക് അച്ഛൻ വേണം, അവളെ താലി പോകരുത്. താലി പോവും, ഇടക്കിടക്ക് ബാങ്കിൽ പോവും, അതല്ല. അവള് വിധവയാകരുത് എന്നല്ല. ഞാൻ അവളെ വിധവയാക്കാൻ മാക്സിമം ട്രൈ ചെയ്താണ്. അപ്പൊ അവൾ ആ സീനിയറിനോട് ചോദിച്ചു, അല്ല ഇത് ക്രിസ്ത്യാനിയാക്കുന്ന പ്രോഗ്രാമാന്ന് പറയുന്നത്. അവനെ ക്രിസ്ത്യാനിയാക്കൂല, മുസ്ലിം ആക്കൂല, അവനൊരു മനുഷ്യനാക്കൂ. അവള് പറഞ്ഞ ആ ഉത്തരം എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഞാൻ മനുഷ്യനല്ലേ? അത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. ആ ചോദ്യം തുടർന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് എന്നെ തന്നെ ഞാൻ ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കാരണം ഇല്ലെങ്കിൽ രാജേഷേട്ടൻ പറയും രാമേട്ടനല്ല ഇവൻ ഈ ടോപ്പിക്കും പറഞ്ഞിട്ട് പിന്നെ വേറെ സംസാരിക്കുന്നു. പൊതുമക്കാരിലുള്ളതുകൊണ്ട് അതൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ ഇന്ന് സുരേഷ് നാട്ടിൽ തന്നെയാണ്. ഇന്ന് ജനനം തന്നെ തല തിരിച്ചായിരുന്നു. നേരത്തെ ഞാൻ പറയും, എന്റെ കാലം ആദ്യം വന്നു. അമ്മ പറയും തല തിരിഞ്ഞിട്ടായിരുന്നു പ്രസവമേ. ഭയങ്കര വിഷമത്തോടെ കിട്ടിയ ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് ജീവിച്ച് ജനിതകമായ ചില വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയും. അതായത് ഉടൽ ഊനം എന്നെല്ലാം പറയില്ല, ഒരു കാല് ഇതായി, അല്ലെങ്കിൽ സംസാരശേഷിയില്ല, അല്ലെങ്കിൽ ഒരു കൈയില്ല, അങ്ങനെ ഫിസിക്കൽ ഇത് എന്താ പറയാ, ഹാൻഡിക്യാപ്ഡ് ഫിസിക്കലി. എന്റെ ഫിസിക്കലി ആയിരുന്നില്ല എന്റെ ഹാൻഡിക്യാപ്ഡ്, ജനനത്തില് മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. അതായത് മാനസികമായി എനിക്ക് കുറച്ച് വൈകല്യം ഉണ്ടായിരുന്നു. മാനസിക വൈകല്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭ്രാന്താന്നൊന്നും വിചാരിക്കരുത്. ഭ്രാന്ത് കുടിച്ചതിന് ശേഷം പിന്നെ ഭ്രാന്തായില്ല. അപ്പോ ജനിച്ച് കുറച്ചു കാലങ്ങളിൽ ഒറ്റ കുട്ടിയായിരുന്നു. എൻ്റെതായ ഒരു തനി സാമ്രാജ്യം, ഭയങ്കര ഇടമൻ്റായ ഒരു ജീവിതം, ഞാൻ എന്നുള്ള ഇത്. കൂട്ടുകുടുംബം തന്നെയാണ്, എങ്കിലും ഒന്നിനോട് ഒട്ടാത്ത ഒരു പ്രകൃതം. എനിക്കെല്ലാം കിട്ടണം, ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല. അങ്ങനത്തെ ജീവിതശൈലിയിൽ കൂടെ ജീവിച്ചപ്പം അപ്പൊ തന്നെ ചെറുപ്പത്തിലേ എൻ്റെ അമ്മ പറഞ്ഞു, ഓ ഇവനെ പെട്ടതിന് ഒരു വാഴയാട്ടം വെച്ചാൽ മതിയായിരുന്നു, 2 കൊലയെങ്കിലും വെച്ചായിരുന്നു എന്ന്. ചെറുപ്പം മുതലേ എല്ലാവർക്കും ശല്യമായിട്ട് ജീവിച്ച ഒരു ജീവിതം, എല്ലാവരോടും പറയുന്നതിന് എതിരും ഇതും. അതായത് ആരുമായിട്ട് ഒട്ടി ജീവിക്കുന്ന ഒരു ശീലം എനിക്കില്ല. ഞാൻ ഒരു തനി ആളാണ്, എനിക്കെല്ലാം അറിയാം. ഇത് എൻ്റെ ജീവിത ശൈലിയായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഒന്നിക്കെ നന്നായി പഠിക്കുക, അല്ലെങ്കിൽ നന്നായി കളിക്കുക, അല്ലെങ്കിൽ ചെറുക്കത്തോടെ വീട്ടിൽ ജീവിപ്പിക്കാൻ പറയുമ്പോൾ എല്ലാത്തിനും ഓപ്പോസിറ്റ് ആയിട്ടാണ്. ആരെന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരിത്. അതിൽ കൂടെ ജോലിയെല്ലാം കിട്ടി, കല്യാണം, കുട്ടികളെല്ലാം ആയപ്പോക്ക് അതെല്ലാം ഇങ്ങനെ ഒരു പ്രകൃതം ഒരു ഇതുപോലെ നടന്നു പോയത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ 13 വയസ്സിൽ തുടങ്ങിയ കുടി 45 വയസ്സാ നിർത്തുമ്പോ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ ദൈവം ഒരു ചാൻസ് തരുമ്പോ. അതിന്റെ ഇടയിൽ 7-8 പ്രാവശ്യം ശബരിമലക്ക് പോയിരിക്കുന്നു. കുറെ സൈക്കാട്രിക് ഡോക്ടർ പല പദ്ധതികളും നോക്കിയിട്ട് നിർത്താൻ പറ്റാത്ത കൂടി 45 വയസ്സിൽ നിർത്താൻ പറ്റി. ഏല് എന്നെ ദൈവം കൊണ്ടാന്നിട്ട് എന്ന് പറഞ്ഞു. അല്ലായിട്ട് ഞാനൊന്നും വന്നതൊന്നുമല്ല. കാരണം എനിക്ക് ഏറ്റവും ജീവിതത്തിൽ എന്താ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം എന്നാ പറയുന്നത്. നേരത്തെ വേലായുധേട്ടനെല്ലാം പറഞ്ഞ പോലെ തൊപ്പി വെച്ചത്, മുന്തിരിക്കൊല, ഇതെല്ലാം വേലായുധേട്ടൻ ആ കമ്പാരിസൺ പറയുമ്പോൾ ഭയങ്കര ചിരി വരും. കാരണം ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. മര്യാദയ്ക്ക് ബ്രാൻഡിന്റെ പേര് പോലും അറിയില്ല. മുന്തിരിക്കൊല, മറ്റേത് എന്ന് പറഞ്ഞ പോലെ മദ്യത്തിന് വേണ്ടി ഏത് എക്സ്റ്റെൻഡും പോകുന്ന മനുഷ്യനായിരുന്നു. അപ്പം മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ ഈ ചെറുപ്പത്തില് ഈ തലകീഴായിട്ടുള്ള ഈ ജീവിതത്തില്
എൻ്റെ അമ്മ എനിക്ക് വെച്ച പേര് കൃമികടി എന്നായിരുന്നു. കൃമികടി എന്ന് പറയും. അതായത് എന്ത് പറഞ്ഞാലും തർക്കുത്തരം, ഒരിടത്ത് ഇരിക്കൂല, ഓടും ചാടും, വെറുതെ വികൃതി ചെയ്യും. അത് കഴിഞ്ഞ് സ്വന്തം അമ്മ ഏതായാലും ഈ ചെക്കനെ കൊല്ലാൻ പറ്റൂലല്ലോ, ഒറ്റ കുട്ടിയേ ഉള്ളൂ. ഒപ്പിച്ച് ആ തെറ്റുകളെല്ലാം എന്നെ നിയന്ത്രിക്കാൻ നോക്കി പറ്റുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് എന്റെ തെറ്റ് മറച്ചു വെച്ച്, ഒറ്റ മോനല്ലേ, എന്താ ചെയ്യാ? ഇത് ആരോ പറഞ്ഞ പോലെ തൻകുഞ്ഞ് കാക്കത്തു, തൻകുഞ്ഞും പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഇതിനെ വളർത്തിയാലേ പറ്റൂ. അവസാനം വേറെ അടുത്തുള്ളത് അയച്ചിട്ടെല്ലാം പഠിപ്പിച്ചിട്ടെല്ലാം എന്നെ ഇതാക്കിയത്. കല്യാണം കഴിച്ച പെണ്ണ് പറഞ്ഞ വേർഡുണ്ട്, പിരിപിരിപ്പ് എന്ന് എനിക്ക് വെച്ച വേർഡ്. പിരിപിരിപ്പ്, അതായത് എന്റെ കുട്ടികളടക്കം പറയും, കുടിച്ചാലും കുടിച്ചിട്ടില്ലെങ്കിലും റെസ്റ്റ്ലെസ് ആയിരിക്കും ഞാൻ എപ്പോഴും. ഒരിടത്ത് ഇരിക്കൂല, വണ്ടി എടുത്ത് പുറത്തു പോകും, TV ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നിന്ന് 100 പോകും, 100 ഒരു ചെറിയ മോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയും, ആ റിമോട്ട് വാങ്ങിയിട്ട് ഒന്നിക്കൽ ന്യൂസ് കാണും, അല്ലെങ്കിൽ സ്പോർട്സ് കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകൃതം തന്നെയായിരുന്നു. ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊന്നല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് എൻ്റെ ജനറ്റിക് പ്രോബ്ലം അത്. എൻ്റെ ഫ്രണ്ട്സ് പറയും തിരിച്ചെടുത്ത് കിടക്കാത്തവൻ എവിടെയോ, അതായത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഫ്രണ്ട്സിന്റെ കൂടെ. കുടിക്കുമ്പോ ഞാൻ ബൈക്ക് എടുത്തിട്ട് വെറുതെ ഒരു സഞ്ചാരം പോലെ വേറെ ബാറുകളിലേക്ക് പോയി എത്തി നോക്കിയിട്ട് വരും. എന്നോട് ചോദിച്ചു, എടാ ഇവിടെ സാധനം ഒഴിച്ചു വെച്ച് നീ എവിടെ പോയി? ഞാൻ മറ്റേ അടുത്ത് പോയതാ, മറ്റവനെ കാണാൻ. ഈ സൈക്കാട്രിക് ഒരു ഡോക്ടർ സംസാരിക്കുമ്പോൾ പറയും, ഒരു മദ്യപാനാസക്ത രോഗിക്ക് 1 മിനിറ്റില് 1500 ചിന്തകൾ എന്ത് വരും. എനിക്ക് 1500 ലക്ഷം ചിന്ത വരും. അവിടെ പോവാ, അവനെ കാണാൻ, ഇവനെ കാണാൻ, സിഗരറ്റ് വലിക്കുക, അതിന്റെ അടുത്ത് വേറെ പരിപാടികളെല്ലാം ഉണ്ട്. ഒന്നിനും ഒരു കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസി ഇൻ ഇൻകൺസിസ്റ്റൻസി പോലെ ഒന്നും, ഒരു കാര്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ചെയ്ത ഒരു കാര്യമില്ല. ഒറ്റ കാര്യം ചെയ്ത 32 കൊല്ലം ആ കുടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുടി വലിയ ഇഷ്ടമൊന്നും അല്ല, വിടാൻ പറ്റുന്നില്ല. നേരത്തെ രാജേഷ് പറഞ്ഞ വാക്ക്, വിടാൻ പറ്റുന്നില്ല. ഈ പണ്ടാര രാവിലെ ആകുമ്പം കുടിക്കണം എന്ന് തോന്നും, കുടിച്ചു വന്ന് ഓഫീസിൽ പോകണം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് എപ്പോഴും പോവാ. കുടിച്ചൊരു കുടിച്ചിട്ട് കട്ടിങ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വേണം, 90 കുടിച്ചിട്ട് ഒരു ഹോൾസ് ഇട്ടിട്ട് കുളിച്ചിട്ട് ഓഫീസിൽ പോകും. ആ കട്ടിങ് ഉള്ളിൽ പോയാൽ ഉള്ളുന്ന ഒരാൾ പറയും, "ഏഹ്, ഇനിയിപ്പോ വീട്ടിൽ പോയാൽ ഭാര്യ ചീത്ത പറയും, ഓഫീസിൽ പോയാൽ ഓഫീസർ ചോദിക്കും." എല്ലാം ആവശ്യമാണ്. ഇവിടെ തന്നെ ഇരുന്നിട്ട് ആ പലിശക്കാരൻ വരും ഒരു 10-10:30, അടുത്ത് വീണ്ടും പലിശക്ക് വാങ്ങി കൂടി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. മക്കൾക്ക് ചേരേണ്ട PF, LIC എല്ലാം ഓരോ ഇതായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ. പെട്ടെന്ന് കുടിക്കണ്ടെന്ന് തീരുമാനിക്കും. മാല ഇടുമെന്ന് പറയും, മാല ഇടും. പക്ഷെ മാല ഇട്ടാലെല്ലാം ഭയങ്കര ഡീസന്റ്. ആരോ പറയും നമ്മളെ ഇതിൽ തന്നെ. ഞാൻ ചെറുപ്പത്തിൽ നല്ല കുട്ടിയായിരുന്നു, പിറക്കുമ്പോൾ എല്ലാവരും നല്ല കുട്ടികളാന്ന് പറഞ്ഞ പോലെ ഞാനും നല്ല കുട്ടിയെല്ലാം തന്നെയായിരുന്നു കുറച്ചു കാലം വരെ. ഒരു 8ാം ക്ലാസ് വരെ നല്ല കുട്ടി തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ഭസ്മം എല്ലാം വെച്ചിട്ടാ പുറത്തേക്ക് അയക്കുക. സ്വാമീന്റെ മറ്റേ അങ്ങനെ വിഭൂതി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പുറത്ത് വരുമ്പം ടെക്നിക്കലായിട്ട് അത് തുടച്ചു കളയും. കാരണം എന്താ അറിയോ, എന്റെ വേറൊരു മുഖം കാണിക്കാൻ. ഈ രണ്ടാമത്തെ മുഖം ഞാൻ വളർത്തിയെടുത്തത് ആറ്റിറ്റ്യൂഡ്. ഞാനൊരു ഭയങ്കര ഗാഥ, അടിക്കാരൻ, കുടിയൻ. കുടിയൻ എന്നല്ല പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ കുറച്ച് കുടിച്ചിട്ട് കുറെ കുടിച്ചു എന്ന് പറയുന്ന ആളാണ്. എല്ലാരും കുറെ കുടിച്ചിട്ട് കുറച്ച് കുടിച്ചിരുന്ന് വീട്ടിൽ പറയുന്ന ആൾക്കാരാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം. സമുദായത്തിന് ഒരു പെഗ് അടിച്ചിട്ടുള്ളൂ, 2 പെഗ് അടിച്ചിട്ടുള്ളൂ. ഞാൻ ആകെ ഒരു പെഗ് കുടിച്ചിട്ടുണ്ടാ ഞാൻ ഒരു ഫുള്ള് കുടിച്ചെന്ന് പറഞ്ഞു നടക്കും. എനിക്കിതിങ്ങനെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഗ്രാൻഡിയോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാന്ന് എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു നടക്കും. അവസാനം ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ കുടിയെ പറ്റിയെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അവസാനം മരണം കണ്ടപ്പോൾ ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി നേരെ AL വന്നുകൊണ്ട് തുടർന്ന് മീറ്റിംഗ്. ഞാൻ പറയുന്ന ഏകദേശം 2007 കാലഘട്ടങ്ങളിൽ അന്ന് നെയ്വേലി എന്ന് പറഞ്ഞ ആ ഒരു ചുറ്റുവട്ടത്ത് ഒന്ന് പോണ്ടിച്ചേരി പോകണം, അല്ലെ കടലൂര്, അതിലൊരു 45 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളുടെ ടൗൺഷിപ്പിൽ ഒറ്റ മീറ്റിംഗേ ഉള്ളൂ ആഴ്ചയിൽ. ആ ഒരു മീറ്റിംഗ്, ഫിസിക്കൽ മീറ്റിംഗ്. അപ്പൊ ഈ ഓൺലൈൻ ഒന്നും ഇല്ല. ആ ഒരു മീറ്റിംഗ്
ആ ഒരു മീറ്റിങ്ങിന് പോയിട്ടാണ് വ്യാഴാഴ്ചയാണ് പുനർജന്മം ഗ്രൂപ്പ് എൻ്റെ ഹോം ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ അവിടുന്ന് മാറി. അവിടെ പോകുമ്പോ തന്നെ ഈ ഒരാഴ്ചക്ക് ഒരു മീറ്റിംഗ് പോകാൻ തന്നെ എനിക്ക് മടിയായി. ഇന്ന് അങ്ങനെയുള്ള ഞാനാണ് തുടർന്ന് മീറ്റിങ്ങിന് പോകാൻ രാജേഷിനോടും ടോണിനോടുള്ള പറയുന്നത്. അപ്പൊ അതിന് പോലും അർഹതയില്ല. കാര്യം എന്താണെന്നറിയോ, എനിക്ക് മദ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ ഭയങ്കര എൻഗേജ്മെന്റ്. എന്താ എൻഗേജ്മെന്റ്? മഹാഭാരതം കേൾക്കാൻ പോകും, അല്ലെങ്കിൽ രാമായണം വായിക്കുന്നത്. ഇതല്ല, വേറെ പല പദ്ധതികളും ഉണ്ട് സുരേഷിന്. പറഞ്ഞു കഴിഞ്ഞാൽ പോലും നാണക്കേടാണ്, എങ്കിലും പറയാം. ഞങ്ങൾ ഒരു റിക്രിയേഷൻ ക്ലബ്ബുണ്ട്, ചീട്ട് കളി മെയിൻ പരിപാടി, അതിന്റെ സൈഡിലുള്ള ബാക്കിയുള്ള എല്ലാം. മദ്യം കുടിക്കാതെ നല്ല ജീവിതം ജീവിക്കാന്നുള്ളത് ഇവിടെ പറഞ്ഞത് പ്രാവർത്തികമാകുന്നുണ്ട്. മദ്യം കുടിക്കാതെ ദോശ കഴിക്കാൻ പറ്റുന്നുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, മക്കളെ ഫീസ് കെട്ടാൻ പറ്റുന്നുണ്ട്, മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, എന്തിനേറെ ഭാര്യനോടും എല്ലാ പരിപാടികളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അടിപിടി കുറയുന്നുണ്ട്. പക്ഷേ ഏല് പറയുന്ന ഒരു ആത്മീയ പ്രോഗ്രാമിലേക്ക് ഉള്ളിൽ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ മെമ്പറായി ജീവിക്കാൻ വേണ്ടി എൻ്റെ ആ ഈഗോ എന്ന് പറയാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്തെ തന്നെ എൻ്റെ ആ സ്വഭാവ വൈകല്യങ്ങളുടെ ആദ്യത്തെ ആള്, അയാളെ മരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു. കാരണം അയാൾ ജീവിച്ച പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ആൾ ഉണ്ടാക്കിയ ആള് ആറ്റിറ്റ്യൂഡ്, അയാളെ ഞാൻ അടക്കി നിർത്താൻ വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ മുഖം എനിക്ക് വെളിപ്പെടുന്നത്. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയുള്ള ആളാണ്, എന്നെ കൊണ്ട് എങ്ങനെയെല്ലാം മാറാൻ പറ്റും, ഇനി മാറാൻ പറ്റുമോ ഇല്ലയോ. കാര്യം ഇവരെല്ലാം ഇവിടെ ഉള്ള കൂട്ടർ, ഇവരെന്ന് പറയുന്നത് പഴയക്കാര് അവർ തന്നെ. അവരെല്ലാം ഞാൻ അന്നേരം നമ്മൾ നല്ല സംഭവിച്ചു അവർ എന്നാണ്. കാരണം അവരൊരു വേറെ കാറ്റഗറി. എന്നെ കൊണ്ട് കുടി നിർത്തി എന്നല്ലാതെ ഈ കാരനായിട്ട് ഇവിടെ പറയുന്ന ഒരു ജീവിത രീതി സംശീകരിച്ച് ഇവരെ കൂടെ ഒട്ടി ജീവിക്കാൻ പറ്റുന്നില്ല. അതായത് പച്ചയായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോൺസർ എടുക്കാനോ പടികൾ ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ശ്രമിക്കുന്നില്ല. മെയിനായിട്ട് പറയും, ഞാൻ കാത് കൊടുത്ത് കേൾക്കണം എന്ന് പറയും. ഇത് കാത് നല്ലോണം തുറന്നു വെച്ച് ഇവിടെ എന്താ പറയുന്നത്, എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കാനാ പറയും. അതിനൊരു വേർഡ് തന്നെ പറയും, ലേൺ ടു ലിസൺ, ലിസൺ ടു ലേൺ. അതായത് ആദ്യം കേൾക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേൾക്കുന്നതിനെ കാട്ടിയും മുമ്പേ എല്ലാം മനസ്സിലായി എന്നും പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതെല്ലാം എൻ്റെ ജനിതക സ്വഭാവം. കുറച്ച് കേട്ടാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു നോവലെല്ലാം വായിക്കാൻ വേണ്ടി കയ്യിലെടുത്താൽ നോവലിന്റെ ആദ്യത്തെ 2-3 പേജുകൾ വായിക്കും. ഇന്ന് രാവിലെ അത് ഒരാള് പറഞ്ഞിരുന്നു. നമ്മൾ ഏകദേശം വേർ ഫ്രണ്ട്സ് ഇൻ ഡിഫക്ട്സ് എന്നാ പറയും. നമ്മളെ ഇവിടെ തന്നെ ഈ ഒട്ടുമ ഈ ഒന്നായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം തന്നെ, എനിക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓ, ഇയാള് ചെയ്തത് തന്നെ ഞാനും ചെയ്ത്. ഇപ്പൊ ഇയാള് ചെയ്ത പോലെ ഇന്ന് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഹോപ്പ്, ആ ഒരു വിശ്വാസം തന്നത് ഇവിടെ. എല്ലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞ പോലെ അയാൾ പറഞ്ഞ മരുന്ന് കുടിച്ചിട്ടോ, അല്ലെങ്കിൽ ധ്യാനത്തിന് ഫാദർ പറയുന്ന പോലെ ജീവിക്കാനുള്ള എന്നെ കൊണ്ട് പറ്റൂല. എന്നെ പോലെ എൻ്റെ കൂടെ കുടിക്കാത്ത ഒരാള് കുടിച്ച് വളരെ മോശമായ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് നന്നായി ജീവിക്കുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് തരുമ്പോൾ, അയാളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം തന്നു. ആ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ഈ പ്രോഗ്രാം നടന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ വിശ്വാസം ഊർജിതമാക്കും. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം. ഇത് പറ്റുമോ പറ്റൂലേ, ഇന്ന് കുടിച്ചു നോക്കാം, നാളെ നിർത്താം, അങ്ങനത്തെ പരിപാടിയില്ല. ഒന്ന് ഉള്ളില് അല്ലെ വെളിയെ, ഉള്ളേ വെളിയെ മറ്റേ ചീട്ടിന്റെ ഇതാ വരുന്നത്. അപ്പോ 2 തോണിയിൽ കാല് വെച്ചിട്ട് ഒരു കാര്യമില്ല, കവട്ട കീറി പോകുന്നത്. അതേപോലെ ഞാൻ വരെ വന്നിട്ട് ഒരു ടിപ്പിക്കൽ മെമ്പർ, ഒരു പ്രശ്നമില്ലാതെ നന്നായി ഉറങ്ങി പിടിച്ച് നന്നായി ജീവിത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു. ഞാൻ 1 വർഷം ഇങ്ങനെ കടന്നുപോയി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ആ മുഖം മൂടി വലിച്ചു കീറാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഞാനെന്നുള്ള ആ ഒരു എന്താ പറയാ, പോളിയായിട്ടുള്ള, അതായത് കള്ളക്കപടമുള്ള ഒരാളെ എനിക്ക് വലിച്ചു കീറി നല്ലൊരു മനുഷ്യനാകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ 3ാമത്തെ സ്റ്റേജിലേക്ക് എന്നെ കൊണ്ട് എൻ്റർ ആകാൻ പറ്റും. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഈ റീതിങ്കിങ്ങിന്റെയും ഘട്ടം അല്ലെങ്കിൽ കാര്യം അവിടെയാ വരും. കാരണം
ഞാൻ ഇവര് പറയുന്ന പോലെ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ആനിവേഴ്സറിക്ക് പോകുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്. എനിക്ക് ഒന്നല്ല, ഞാൻ പലപ്പോഴും പറയും, ചെന്നൈയിലായതുകൊണ്ട് വാസു സാറിനെ അറിയാം, എനിക്ക് ചിന്നി സാറിനെ അറിയാം, മറ്റേ സാറിനെ അറിയാം. അപ്പോഴാ ഒരാൾ പറഞ്ഞത്, അവരെല്ലാം എനിക്കറിയാം, നിന്നെ എനിക്കറിയാതെ പോയല്ലോടാ പൊട്ടാ സുരേഷ്. അപ്പൊ ഈ എന്നെ ഞാൻ മനസ്സിലാക്കുന്ന, എന്നെ ഞാൻ മാറ്റുന്ന ഒരു പച്ചയായ ഒരു ആത്മീയ പ്രോഗ്രാമാണ് എ പ്രോഗ്രാം. അതിനൊരു 12 പടികൾ എന്നെല്ലാം പറഞ്ഞിട്ട്, അല്ല നമ്മൾ ഈ ഇതിൽ വരുന്ന ടോണിക്കും കൃഷ്ണനും ഇപ്പൊ ആവശ്യമില്ല, കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ ആവശ്യം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം ഇവിടെ ചെയ്യാൻ ഞാൻ സന്നദ്ധനായില്ലെങ്കിൽ വീണ്ടും ഒരു കുടി എന്നെ കാത്തിരിക്കില്ല. വീണ്ടും ഒരു കുടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏല് വന്നു കഴിഞ്ഞാൽ, എന്റെ പഴമക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ്, വീണ്ടും ഒരു കുടി ഏല് വന്ന് പോയി കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കുടിക്കാൻ പറ്റില്ല. ഏഹ് അതെന്ത്, ആ റമ്മിന്റെ വീര്യം കുറയും, അല്ലെങ്കിൽ ബ്രാൻഡി വിസ്കി വൈനെല്ലാം മാറിപ്പോകും. ഞാൻ ഇന്നും പൈസ കൊടുത്താൽ എനിക്ക് സാധനം കിട്ടും. അമേരിക്കയിൽ സാധനത്തിന്റെ ഒഴുക്കല്ലേ, സാധനം കിട്ടും. പിന്നെന്താ, എനിക്കെന്താ കുടിച്ചാൽ സന്തോഷം വരില്ല? ഇല്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇല്ല എന്ന് നിങ്ങൾ കുടിച്ചു നോക്കിയില്ല? ഇല്ല. എന്തുകൊണ്ട് ഇല്ല എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞു. എന്നെ കൂടെ ട്രാവൽ ചെയ്യുന്നവർ കുടിച്ചിട്ട് അവർ പെടുന്ന പാടും അവരനുഭവിക്കുന്ന വിഷമങ്ങളും കാണുമ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കും ഇത് തന്നെയാ നടക്കുക. എനിക്ക് ഇതല്ല നടക്കുക, ഇതിനെക്കാട്ടി മോശമായിട്ട് നടക്കുന്നുള്ളത് തെളിവ്, ഒരു ക്ലിയർ പ്രൂഫോടെ അവർ വിവരിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ സംഭവം പറയാം. ഒരു 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു റിലാക്സ് ആയ ഒരു സുഹൃത്ത് കോഴിക്കോട് ഈ റിട്ടയർ ആയപ്പം വന്നപ്പം അദ്ദേഹം കുടിച്ച് വീണ്ടും മീറ്റിങ്ങിലേക്ക് വന്നു. എപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏല് കുടി ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഒറ്റ കാര്യം പറയുന്നുണ്ട്, മദ്യം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഏൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, നമ്മളെല്ലാം ക്വാളിഫൈഡ് അല്ലേ. ഇപ്പൊ ഇവിടെ എത്ര കുടിച്ച്, എങ്ങനെ കുടിച്ച്, എവിടെ കുടിച്ച് എന്നൊന്നുമല്ല. കുടി, മദ്യം നിങ്ങൾക്ക് പ്രശ്നമാണോ എങ്കിൽ ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അല്ലാണ്ട് ഒരു ക്വാർട്ടർ കുടിക്കുന്നവനെയും മറ്റേ ആൾക്കാരെല്ലാം ഞാൻ കുടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇവിടെ വിളിച്ചു കയറ്റി കഴിഞ്ഞാൽ ആരും ഇവിടെ ഇരിക്കൂല. എന്റെ ടൗസർ കീറിയിട്ട് ടൗസറിന്റെ ഉള്ളിലുള്ള സാധനവും കീറുമ്പോഴാണ് ദൈവം എനിക്ക് കാട്ടുള്ളൂ എന്ന് പറയും. ഈ കിട്ടിയ സാധനം തക്ക വെക്കണം, അതായത് എനിക്കത് നിരന്തരമായി കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ പറയുന്ന ആ കാര്യം ഞാൻ പാലിച്ചേ പറ്റും. അത് ഞാൻ ടെക്നിക്ക്, ഞാനൊന്നും എനിക്ക് കുടിക്കൂല, എനിക്കല്ല, ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഞാൻ ആരാ മോൻ. എനിക്ക് പല ടെക്നിക്സും അറിയാം. മണി ഡബിളിങ് അറിയാം, ചീട്ടാടിക്കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ അറിയാം. എന്റെ ഭാര്യനെ പറ്റിച്ചിട്ട്, എനിക്ക് ഭാര്യനെ പറ്റിക്കൽ മാത്രമായിരുന്നു ജീവിതം ഇത്രയും കാലം. ഇപ്പൊ റിട്ടയറായി 63 വയസ്സായി, എന്നാലും ഭാര്യനെ പറ്റിക്കലൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്നെ തന്നെയാ പറ്റിക്കുന്നുള്ളത്. പിന്നെ ഏതിലുള്ള ആൾക്കാർ പറയുമ്പോൾ അപ്പാ പറയുന്നത്, ഇവിടെ 3 കാര്യം: വില്ലിങ്നെസ്, ഓണസ്റ്റി ആൻഡ് വില്ലിങ്നെസ്, ഓപ്പൺ മൈൻഡ്, ഓണസ്റ്റി. എന്ന് പറയും WHO. വില്ലിങ്നെസ്, ഓണസ്റ്റി, ഓപ്പൺ മൈൻഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ 3 സത്യസന്ധനായിരിക്കും. സത്യസന്ധത എന്തിലാന്നറിയും? രാജേഷ് യുഎസ് ഞാൻ സത്യസന്ധമായി ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നല്ലത്. നീ നിന്നോട് തന്നെ സത്യസന്ധനായിരിക്കാൻ പറ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എന്റെ മുഖം മൂടി വലിച്ചു കയറിയ ആ സാധ്യത, ആ ഒരു വേർഡായിരുന്നു, നീ നിന്നോട് തന്നെ സത്യസന്ധനായി. എനിക്ക് പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ ദൈവത്തിനോട് പോലും കളവ് പറയും. എന്തിനേറെ പറയുന്നു, 20 ഉറുപ്പ്യ ഇപ്പോഴുള്ള കാലങ്ങളിലാണ് വരുന്നത്. 20 ഉറുപ്പ്യയും കൊണ്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് 10 ഉറുപ്പ്യക്ക് ഒരു ചീട്ട് എടുത്ത് ചുറ്റി വന്ന് 10 ഉറുപ്പ്യ ചന്ദനം ഇടാൻ വേണ്ടിയിട്ട്, ചന്ദനത്തിന്റെ തട്ടിൽ ഇടാൻ വേണ്ടി വെച്ച സാധനം, ഭയങ്കര തിരക്ക്. ഈ 10 ഉറുപ്പ്യ തിരിച്ചെടുത്ത് വന്നിട്ട്, അവിടെ തിരക്കായോണ്ട് ഞാൻ ഇട്ടില്ല, ദൈവത്തെ ഞാൻ പറ്റിച്ച പൈസ, അതുകൊണ്ട് ഞാൻ ഒരു ചായയും കുടിച്ചു. വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോണ്ട, ചെറിയ ചെറിയ തെറ്റുകൾ ദൈവത്തോട് പോലും ചെയ്ത ആളാണ്. എന്താ പറയാ, ഈ ചില ലോട്ടറി അടിച്ചിട്ട് ബാക്കി പകുതി ദൈവം എടുത്തെന്ന് പറഞ്ഞ പോലെ എല്ലാം പറയും. അപ്പം ഞാൻ ദൈവത്തിന് വഞ്ചിക്കും, എന്റെ കൂടെ എനിക്ക് പിള്ളേരെ പെറ്റി തന്ന എന്റെ ഭാര്യനെ വഞ്ചിക്കും, എന്തിനേറെ എന്റെ മക്കളെ പോലും വഞ്ചിക്കും, ആരെ വേണേലും വഞ്ചിക്കാനുള്ള എല്ലാ ഇതുമുള്ള ആള്. പക്ഷെ എന്നെ എനിക്ക് വഞ്ചിക്കാൻ പറ്റും. അതെങ്ങനെ വഞ്ചിക്കാൻ പറ്റാം? അപ്പൊ അതാ പറഞ്ഞ സത്യസന്ധത എനിക്ക് തന്നെ എനിക്ക് വെച്ച ആപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രോഗ്രാം ചെയ്യണം, ഇതിൽ കൂടെ സത്യസന്ധമായി നടക്കണം എന്നുള്ള ആഗ്രഹം നിന്റെ ഉള്ളിന്ന് വരികയാണെങ്കിൽ എല്ലാം പറ്റും. ഞാൻ ഇത് ആരോ പറഞ്ഞ പോലെ സ്വിമ്മിങ് അറിയില്ല,
സ്വിമ്മിങ് പഠിക്കണം. ഞങ്ങളെ കമ്പനിയിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എൻ്റെ മോള് നല്ലൊരു സ്വിമ്മറാണ്, മൂത്ത മോള്. ചെറിയ മോള് എന്നെ പോലെ സ്വിമ്മിങ്ങിന് പോയി പേടിച്ചിട്ട് സ്വിമ്മിങ് പഠിക്കാൻ ഞാനും 10-30 വയസ്സിൽ എരുമമാട് പോലെ ആയപ്പോൾ ഞാൻ ഒരു കടലോര ഇതിലുള്ള സ്ഥലത്തുള്ള ഒരാളാണ്. അവിടുന്ന് എല്ലാം അന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ ഞാൻ പോയില്ല എന്ന് വെച്ചാൽ പേടിച്ചു പോയി. നമ്പർ 1. ഇപ്പൊ ഞാൻ എന്താന്ന് കാണിച്ചു തന്ന അതാ. ഞാൻ ഭയങ്കര ധൈര്യശാലി എന്നല്ല പുറത്ത് പറയാം, പക്ഷെ പേടിച്ചു നമ്പർ 1 എന്നുള്ളത് വന്നപ്പോ മനസ്സിലായി. ഇപ്പൊ സ്വിമ്മിങ് പഠിക്കാൻ പോയി. സ്വിമ്മിങ് ട്രങ്ക് വാങ്ങി, കണ്ണട, മറ്റേ ആ പെല്ലറ്റ്സ്, ആ വലിയ സ്വിമ്മറെ പോലത്തെ ആ വലിയ കണ്ണട, മറ്റേതെല്ലാം വാങ്ങി സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് എനിക്ക് സ്വിമ്മിങ് പഠിപ്പിച്ചു തരാമെന്ന് നെയ്വേലിന്ന് പറയുന്ന ഒരാള് ഏഷ്യാഡ് സ്വിമ്മറാണ്. ഇത് വലിയ ഇതായിട്ട് പറയല്ല. അതിന്റെ ഒരു അതങ്ങനെ പറയാൻ കാരണം ആ സ്പോൺസറുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു രീതിയിൽ പറയാം. ഏഷ്യാഡ് സ്വിമ്മറാണ് അദ്ദേഹം. അദ്ദേഹമാണ് 30 മീറ്ററുള്ള പൂളില് നീ വെള്ളത്തിലേക്ക് ചാട്, ഞാൻ നിന്നെ മുങ്ങാൻ വിടൂല, നിന്നെ ഞാൻ രക്ഷിക്കും, നീ കയ്യും കാലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് നീന്തൽ പഠിക്കാൻ പറ്റും. അത്ര എഷ്യൂറൻസ് പറയുന്നുണ്ട്. ഇത് വേറെ സംഗതികളുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വിവരിച്ചു പറയുന്നത്. പക്ഷെ ഞാൻ വെള്ളത്തിൽ ചാടാൻ തയ്യാറാണ്ട്. വെള്ളത്തിൽ ചാടാനായിട്ട് കരയിൽ നിന്നിട്ട് ഞാനിങ്ങനെ സ്വിമ്മിങ് പഠിക്കാൻ പറ്റും? ഇത് പോസ്റ്റലിൽ സ്വിമ്മിങ് പഠിച്ചു എന്ന് പറഞ്ഞ പോലത്തെ കഥയായിരിക്കും. ഇന്നത്തെ ഈ ഓൺലൈനിൽ ഇരുന്നിട്ടേ നീ ഇങ്ങനെ പറയുന്നത് ന്യായമാണോ എന്ന് രാജേഷേട്ടൻ ചോദിച്ചു. കാരണം ഓൺലൈനിന്റെ ഗതികേട്, അല്ലെങ്കിൽ നമുക്കൊരു കൊറോണ കാലത്ത് കിട്ടിയതിന്റെ ഇത് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഈ ഫിസിക്കൽ മീറ്റിങ്ങിന് രാജേഷിനോടോ അല്ലെ മറ്റുള്ളവരോടോ പോകാൻ പറയുന്നതിന്റെ കാര്യം, ഒരു മദ്യാസക്തൻ വേറൊരു മദ്യാസക്തനുമായി ഐ ടു ഐ ഇതില് ഒരു കോണ്ടാക്റ്റിൽ അങ്ങനെ ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലേ ഞാൻ എന്താന്ന് ശരിക്കും വെളിപ്പെടുത്തും. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയാതെ എനിക്ക് വേലായുധേട്ടൻ ആരാന്ന് വേലായുധേട്ടനെ കണ്ടാൽ അറിയാം, എനിക്ക് രാജേഷ് ആരാന്ന്. അങ്ങനത്തെ ഒരു കഴിവ് ദൈവം ഈ മദ്യപാന ആസക്ത രോഗിയായ എനിക്ക് പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെന്ന്. അതാണ് മെമ്പർ ക്വാളിറ്റി. അതാണ് 6th സെൻസ് വർക്ക് ചെയ്യുന്നത്. ഒരു സെൻസും വർക്ക് ചെയ്യാത്ത എനിക്കല്ല ഇന്ന് 6th സെൻസ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം. നിങ്ങളോടും ഇത്രയും സമയം ചെലവഴിച്ച് അറിയാത്ത കാര്യങ്ങളെ പൊട്ടത്തരായാലും കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ദൈവം തന്ന കഴിവ് തന്നെ. ഇന്ന് എന്റെ കഴിവെന്ന് ഞാൻ മാറി തട്ടുന്നില്ല. പക്ഷേ കഴിവിനെ പരിപോഷിപ്പിക്കുക, അല്ലെ വിശ്വാസത്തിനെ കുറച്ചുകൂടി ഊർജിതമാക്കാനാണ് നമ്മൾ ഇന്നത്തെ ഈ 10-ാം മാസം ഇതിന്റെ എല്ലാം പടികൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ എന്തെന്നുള്ളത് വെളിപ്പെടുത്തണം ഇവിടെ. അത് ഷെയറിങ്ങിൽ കൂടെ എല്ലാം വെളിപ്പെടുത്തണം എന്ന് കൂടെ ഇല്ല. ഒരു മദ്യപാനാസക്ത രോഗി, നേരത്തെ രാജേഷ് പറഞ്ഞതിന് വേണ്ടി ഘടകം, എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ശാരീരിക, മാനസിക, ആത്മീയ രോഗമാണ് 3 ഡയമെൻഷൻ രോഗം എന്ന് പറഞ്ഞത്. ഇതിന് ശാരീരികം കഴിഞ്ഞിട്ട് മാനസികമായ ചില പ്രശ്നങ്ങളും ചില ഇതെല്ലാം ഉണ്ടാവും. അത് ഓപ്പൺ ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരുമായിട്ട് ഓപ്പൺ ആയിട്ട് കുറച്ചും കൂടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് 2 മദ്യപാനികൾ 1935 തമ്മിൽ സംസാരിച്ചിട്ട് തുടങ്ങിയത്. ഇന്ന് 91-ാമത്തെ വർഷത്തിൽ നമുക്കും മാറി അടുത്ത ജനറേഷനും പോകുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മളെല്ലാം ഇതിൽ പങ്കെടുത്ത് ഇത് ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. കാരണം എൻ്റെ കാര്യങ്ങൾ ഈ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറത്താരോടും പറയില്ല എന്നുള്ള ഉത്തരവാദിത്വം. രണ്ടാമത്തെ, അവരെനിക്ക് നീ ബ്രാൻഡിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കുടിയുന്നോ, അല്ലെങ്കിൽ മദ്യം മാറ്റി വേറെ അടുത്ത് പോയി കുടിയുന്നോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ലോഡ്ജ് ഇട്ടിട്ട് വേറെ അടുത്ത് കുടിക്കാതൊന്നും പറയില്ല. അവരെന്റെ ആ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും തീർപ്പ്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം, സൊല്യൂഷൻ. അതാണ് ഏറ്റവും വലിയ ഒരു ഏലുള്ള സൊല്യൂഷൻ. എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്ത് പരിഹാരം? 10 ലക്ഷം ഉറുപ്പ്യ കടമുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, എന്റെ ഭാര്യയുടെ സ്വർണം, നിങ്ങൾ എന്ത് സൊല്യൂഷനാ കാണിക്കാൻ വന്ന്? എനിക്ക് കുടിച്ചത് കുറച്ചായിട്ട് കുറെ കൊല്ലം കുടിച്ചെങ്കിലും സൊല്യൂഷൻ അല്ല ഇൻസ്റ്റന്റ് ആയിരുന്നു. ഇന്ന് ഞാൻ എയിലേക്ക് വരികയാണെങ്കിൽ 3 ദിവസം കൊണ്ട് എന്റെ ഭാര്യ എന്നെ ചീത്ത പറയരുത്, എന്റെ മക്കള് ഞാൻ പറയുന്ന കേട്ടോളണം, എന്റെ കടക്കാര് പെട്ടെന്നൊന്നും തിരിച്ച് പൈസ ചോദിക്കരുത് പൈസ, എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് അധിക ഭാരമുള്ള ജോലി തരരുത്. ഇതെല്ലാം നടക്കുന്ന കാര്യം. ആരും എന്റെ കണ്ണിന്റെ മുമ്പ് നിൽക്കുക മദ്യം കഴിക്കരുത്. എന്നോട് ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മദ്യത്തിന് വരുന്നോ എന്ന് ചോദിക്കരുത്. കല്യാണ വീട്ടിലും മരിച്ച വീടുകളിലെല്ലാം ഞാൻ ഉണ്ടാകുന്ന സദസ്സിൽ മദ്യം വിളമ്പരുത്. ഇതെല്ലാം നടക്കാത്ത കാര്യം.
മദ്യത്തിന്റെ കളിയില്ലാത്ത സ്ഥലേ ഇല്ല. അതും കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. മദ്യമില്ലാത്ത സ്ഥലമില്ല. എന്നെ മാറി നിൽക്കാനല്ല. എന്നെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ ഈ വൈൻ ഷോപ്പുള്ള വഴി പോവാതെ, അല്ലെങ്കിൽ കുടിക്കുന്ന ഫ്രണ്ട്സിനെ ഒഴിവാക്കുക, കല്യാണത്തിന് പോകണ്ട, മരണത്തിന് പോകണ്ട, ഇതെല്ലാം ആദ്യം പറയുന്ന ടിപ്സ് തന്നെയാണ്. ഇതെല്ലാം വളരെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇത് മാത്രം മതിയോ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മുഖംമൂടിന്റെ ഉള്ളിലാണ്. ഞാൻ എനിക്ക് വേണ്ടി വലയം ചെയ്ത ഒരു പ്രത്യേകത ഒരു സുരേഷിനെ ഞാൻ രൂപീകരിച്ചെടുത്തിട്ടുണ്ട്. അതായത് മദ്യം നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കോടീശ്വരനാണ് അടുത്ത ആഗ്രഹം. അപ്പോഴാണ് എൻ്റെ ആ സീനിയർ എന്നോട് ചോദിച്ചത്, ഈ പൈസ പൈസ ഈ കോടീശ്വരൻ എന്ന് പറയുന്നത് ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാൻ? എന്റെ ഭാര്യനെ ആദ്യം സെറ്റിൽ ചെയ്യും, അതിന് ആദ്യം ഒഴിവാക്കും. പിന്നെ പിന്നെ മക്കൾക്ക് ഓരോ വീട്, ഓക്കെ, ശരി, നടന്നു. ചെറിയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവളെ കല്യാണവും കുറിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ശരി, പിന്നെ പിന്നെ എനിക്ക് പറയാനില്ല. പറയ് പിന്നെ. പിന്നെ ബാക്കിയുള്ള പൈസ വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ബാക്കിയുള്ള പൈസ വെച്ച് ഞാൻ ഇങ്ങനെ ഈ മാനന്തവാടിയിലും മറ്റേ വീടെല്ലാം ഇല്ലാത്തോട്ട് ശരി അതും എടുത്തു കൊടുത്ത്, എന്നിട്ടും ബാക്കി പൈസ ഉണ്ട്, എന്താ ചെയ്യാൻ? അവസാനം ഞാൻ എന്റെ വായിന്ന് തന്നെ പറയേണ്ടത്, പിന്നെ ഞാൻ കുടിക്കാൻ പോകും. അത് തന്നെ നടക്കാൻ പോകും. അതുകൊണ്ട് എനിക്ക് ആ പൈസ കിട്ടാത്തതിന് ആ ദൈവത്തിനോട് നന്ദി പറയും. ഏ ഞാൻ ആകെ കിട്ടും കിട്ടും എന്ന് വിചാരിച്ചത് കുറച്ച് പൈസയാണ്, അതും ഇല്ലായിട്ട്. അത് ഇല്ലായിട്ട് എങ്ങനെ ജീവിക്കും? അത് ഇല്ലെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കും. പൈസ എല്ലാം ഉണ്ടെങ്കിൽ ഞാനല്ലേ എപ്പ കുടിച്ചെന്ന് ചോദിച്ചാൽ, കുറെ കടവും പരിതാപവും പ്രശ്നങ്ങളും ഭാര്യ ചീത്ത പറച്ചിലും മക്കളെ പ്രശ്നം ഒന്നും തീരാത്ത കൊണ്ട് കൂട്ടാൻ. എനിക്ക് ആരോ പറഞ്ഞാൽ പോലീസുകാരനെ കാണുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്ന കഥയാണ്. സേഫ് ആയിരിക്കണം ഞാൻ. പക്ഷെ അവസാനത്തെ കാലഘട്ടങ്ങളിലെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എപ്പെങ്കിലും ഒരു ദിവസം കുറച്ച് വീര്യം കള്ള്, നമ്മളെ കള്ള് മദ്യമല്ല, അത് ആൽക്കഹോൾ അല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ ഒരാൾ കേസിട്ടു. അന്ന് ഞാൻ ആ മനോരമ പേപ്പറിൽ വായിച്ചതാണ്. അന്ന് ഞാൻ ആ തീർപ്പ് സുപ്രീം കോർട്ടിൽ നിന്ന് ആൽക്കഹോൾ അല്ല കള്ളെന്ന് പറഞ്ഞ് ഞാൻ പോയി കള്ള് കുടിക്കാന്ന് വിചാരിച്ചാണ്. ഇന്നും എന്റെ ഉള്ളിലുള്ള ആ സാധനം ഒന്നും പോയിട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഇപ്പൊ 63 ആയിട്ടുള്ളൂ. 64 32 കൊല്ലം ക്ലിയർ ആയിട്ട് അർമാദിച്ച് കുടിച്ച ആളാണ്. മദ്യം എനിക്ക് പറ്റാത്തതുകൊണ്ട്, അല്ലെ മദ്യം മൂലം ഞാൻ മരിച്ചു പോകുന്നുള്ളത് ഒരു ശരിയായ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്റ്റെപ്പ് തന്നെ എടുത്തത്. അതും ഞാൻ എടുത്തല്ല, ഭാര്യ എടുത്തത്. എന്നിട്ട് ഉള്ളിൽ വന്ന് മാറി നിന്ന് കിട്ടി, നല്ലൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാം നന്നായി പോകുമ്പം പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്റെ പ്രശ്നം, തമിഴ്നാട്ടിൽ പറയുന്ന ഒരു വേർഡുണ്ട്, എന്റെ വായു ശരിയില്ല, എന്റെ നോയും ശരിയില്ല. പിന്നെ എന്റെ പ്രശ്നം എന്റെ ചിന്തയും എന്റെ വായു. ഈ 10-ാം പടിയെല്ലാം പറയുന്ന പോലെ ഇന്നലത്തേനെ പറ്റി, ഞാൻ ഇന്നലത്തേനെ പറ്റി നാളത്തേനെ പറ്റിയൊന്നുമില്ല. 10 കൊല്ലം മുമ്പേ, ഞാനിപ്പോ 10-18 കൊല്ലമായി എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ 10 കൊല്ലം മുമ്പേ, ഇപ്പൊ 63, ഒരു 50 വയസ്സില്ല, ഞാൻ ചിന്തിച്ചു നടന്ന എന്താന്ന് പറഞ്ഞാൽ, 60 വയസ്സിൽ ഞാൻ റിട്ടയർ ആവും. റിട്ടയർ ആയിക്കഴിഞ്ഞു 50 വയസ്സ് ചിന്തിക്കുന്നതാ പറയുന്നത്. റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ ചേട്ടാന്നോ എന്താ അയ്യാന്നോ ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ മര്യാദയില്ല. ഈ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഇവള് നമ്മളെ ഒഴിവായി കളയും. സത്യാ പറയുന്നത്. എടാ, 50 വയസ്സ്, നീ 60 വയസ്സ് വരെ ഇന്ന് ജീവനോടുള്ളത് വലിയൊരു കാര്യം. അത് വന്നുകൊണ്ട് കിട്ടിയത്. ഇങ്ങനത്തെ നീ 50 വയസ്സിൽ ഈ 60 വയസ്സിൽ, എന്നാ പിന്നെ ഈ 60 വയസ്സിന് ശേഷം എന്തെങ്കിലും ഒരു കൂട്ടി എടുത്തു വെച്ച് എന്റെ ഒരു ഗൈഡ് ലൈൻസ് അത് പറഞ്ഞു തരും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ദർ ഇസ് എ സൊല്യൂഷൻ. ഇവിടെ എന്തിനും ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ കുടുംബക്കാരെന്നെ ഒഴിവാക്കുന്നു. അങ്ങനെയാണ് നിന്റേതായ ഇതിൽ നീ കുറച്ച് പൈസ എടുത്തു വെച്ചോ. ആ പൈസ എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ അതല്ലേ പറഞ്ഞേ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് സമ്മതിച്ചു. അതുകൊണ്ട് അത് മാറ്റില്ല. ആൻഡ് പവർലെസ് ഓവർ ആൽക്കഹോൾ. അതുകൊണ്ട് മാത്രം അത് മാറ്റി നിർത്തി. കാരണം അത് എന്റെ മേലെയാണ്, അത് എന്നെ കൊല്ലുന്നുള്ളത് മനസ്സിലായി. നീ അതിന്റെ മേലെ മാത്രമാണ്, നീ ഒരു ചായയുടെ മേലെ പോലും പവർലെസ് ആണ്. ഏ ചായയുടെ മേലെ എങ്ങനെയാ പവർലെസ് ആകണം? വെറും ഒരു ചായ, ചായ ഇട്ടിട്ട് ഭാര്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചായ അടി മനുഷ്യന്മാര് കുടിക്കുക. 10-18 കൊല്ലമായിട്ട് അവളെ കൂടെ നടക്കുന്നുണ്ട്. ഇന്നും പറയുന്ന കാര്യം, മനുഷ്യൻ കുടിക്കുന്ന ചായ നീ കുടിച്ചു നോക്ക്.
എന്റെ ഭാര്യ പറയും, നിങ്ങൾക്ക് ആ ബംഗാളി കഴുകാത്ത ആരെങ്കിലും ചിന്തിപ്പിക്കെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ആ ബംഗാളി കഴുകാത്ത ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു തരുന്ന ആ ചായ ആ കടയിലുണ്ടാവും. എനിക്ക് ഒഴിച്ചു തന്ന ചായ എടുത്ത് ഇതില് ഇതില് സിങ്കിൽ ഒഴിച്ചിട്ട് നിങ്ങൾ പോയി അവിടെ പോയി കുടിച്ചു. മര്യാദയ്ക്ക് കൊണ്ടുത്തരുന്ന മര്യാദക്കുള്ള ഒരു ചായ അത് സഹിച്ച് കുടിക്കാൻ പറ്റുന്നില്ല എന്റെ കൊണ്ട്. അതായത് ആരെ അംഗീകരിക്കാനും പരിഗണിക്കാനും ഉള്ള ഒരു മനസാന്നിധ്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. നേരത്തെ പറഞ്ഞില്ല, ഞാൻ എന്ത് വിചാരിക്കണം, അവളെന്താ ചായക്കട നടത്തിയിട്ടാണ് ഇങ്ങോട്ട് എന്നെ കല്യാണം കഴിച്ചു വന്നത്. ഒരു ഈ മദ്യം കൂടുമ്പോൾ എല്ലാരെയും പിടിച്ച് കല്യാണം കഴിക്കുമ്പോ എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണ് ചോദിച്ച ചോദ്യം, ഞങ്ങളെന്താ ഡി അഡിഷൻ ഉണ്ടോ, ഞങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇവരെ കുടി നിർത്ത്. എന്റെ അമ്മ പറഞ്ഞിരുന്നു എന്റെ ഭാര്യനോട്, അവൻ നല്ലവനാ, അവൻ കുറച്ച് അധികം കുടിക്കുന്നു, അതും നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുടിക്കുന്നത് കൂടുതൽ. എന്റെ ഭാര്യ പറഞ്ഞൊരു വേർഡുണ്ട്, മദ്യപിച്ച് വന്നാൽ നിങ്ങളെ പോലും കൊല്ലണം എന്ന് വിചാരിച്ചില്ല, പക്ഷെ നിങ്ങൾ നല്ലവനാന്ന് പറഞ്ഞ് നിങ്ങൾ അമ്മനെ കൊല്ലണം. അപ്പൊ ഞാൻ അങ്ങനെയാ ധരിച്ചു വെച്ചത്, എന്റെ അമ്മയല്ലേ പറയുന്നത് ഞാൻ നല്ലവനാണ്, പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും വേണം സർട്ടിഫിക്കറ്റ്, ഞാൻ നല്ലവനാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഈ ഒരു അബദ്ധ ധാരണ ഉണ്ടായ എന്റെ ജീവിതത്തിന്റെ എല്ലാ തെറ്റുകളും ഞാൻ ചെയ്തുകൊണ്ട്, തെറ്റ് ചെയ്യുന്ന മാത്രമല്ല അതെന്റെ സ്വഭാവ രീതി നേരത്തെ പറഞ്ഞ പോലെ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് ഡിഫെൻസീവ് മെക്കാനിസം. ഞാൻ അതിനൊരു ഉദാഹരണത്തോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുള്ള രീതി, അത് പലപ്പോഴും ഇവിടെ പറഞ്ഞതായി. ഞാൻ മദ്യപിക്കുന്ന കാലത്ത് ഞാൻ ഈ പാൻ പരാഗ് മറ്റേ ഒന്നൊരു സിഗരറ്റ് വലിക്കും. അപ്പൊ ഈ പാൻ പരാഗ് ഇട്ടിട്ട് ഇങ്ങനെ നെറ്റി തുപ്പിയിട്ട് വരുന്ന കുറെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അവരധികം മദ്യപിക്കുന്നില്ല, എപ്പെങ്കിലും ഒരു പെഗ്ഗെല്ലാം അടിക്കുന്നു. അവർക്ക് കൂടുതൽ അഡിക്ഷൻ ഈ പാൻ പരാഗിന്. ഞാൻ അവരോട് പറയും, "ഏ, ഈ സാധനം കഴിക്കുന്നതിന് മദ്യം എത്രയോ ബെറ്ററാ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യും. ഞാൻ പഠിക്കുന്ന വേർഡാ, ലിവറും കിഡ്നിയും എല്ലാം വിട്ട് ഹാർട്ട് പ്യൂരിഫൈ ചെയ്യും. ഞാൻ ശുദ്ധനാണ്, ഞാൻ നുണ പറയില്ല ജപിച്ചു കഴിഞ്ഞാൽ." അങ്ങനെ പലരുടെയും ജീവിതം ഞാൻ കോഞ്ഞാട്ടാക്കി, ഞാൻ നുണ പറയില്ല. അപ്പൊ അത് വേണ്ട. ഈ പാൻ പരാഗ് കഴിച്ചിട്ട് ഇത് ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിലുള്ള പോയിസൺ അല്ല മദ്യാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന തെറ്റ് തെറ്റല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, ശരി, സമ്മതിച്ച് വേണമെങ്കിൽ അത് സയന്റിഫിക് ആയിട്ടോ അല്ലെ വേറെ ഏതെങ്കിലും തരത്തില് അത് കറക്റ്റ് ആയിട്ട് അവൻ ചത്തിട്ടൊന്നുമില്ല, അവന് ഇന്ന് ജീവൻ. ഞാൻ മദ്യം വിട്ടെന്ന് പറഞ്ഞാൽ ഏലും എനിക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ അറിയില്ല, എല്ലാത്തിനും ഒരു എക്സ്ട്രീമാണ്. ഞാൻ പിന്നെ പിടിച്ചു എച്ചിലപ്പാക്ക് മറ്റേ പാൻ പരാഗ്, എന്റെ വായിൽ എന്തെങ്കിലും ഇങ്ങനെ ആട് ചമുക്കുന്ന പോലെ ഉണ്ടാവണം. പാൻ പരാഗ് ഇട്ടപ്പോ ഈ ഫ്രണ്ട് എന്നെ കണ്ടടാ ഇങ്ങോട്ട് വാ, നീയല്ലേ പറഞ്ഞത് മദ്യത്തിനെ കാട്ടിയും മോശമാണ് ഇത്, ഇപ്പൊ നീ എടാ പൊട്ട, ഞാൻ നിന്നെ പോലെ ഇത് ഉള്ളിലേക്ക് മുഴുങ്ങൂല, ഞാൻ തുപ്പിക്കത് എന്താ ഇത്. അപ്പൊ അതാ പറഞ്ഞ, ഞാൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ഒരു വല്ലാത്തൊരു, അതാണ് പറയുന്ന പ്രോഗ്രാം. തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനടി സമ്മതിക്കാൻ എന്റെ പടച്ചോനെ എന്നെ കൊണ്ട് പറ്റാത്ത ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി ലോകത്ത്, ബാക്കി ആരെന്ത് ചെയ്താലും അതും മറ്റുള്ള കൂട്ടരെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ അവരെ ഹെറാസ്, എന്റെ അടുത്ത് ആരും അധികം വരൂല, വന്നാൽ പറയും. എന്നോട് സംസാരിക്കുന്നതിനെക്കാട്ടിയും ബെസ്റ്റ് നമ്മൾ ഏതെങ്കിലും കിണറ്റിലോ കുളത്തിലോ സൂയിസൈഡ് ചെയ്യുന്ന ബെസ്റ്റ്. കാരണം അവൻ വന്ന് നല്ല കാര്യം, നിന്റെ കുടുംബം മോശമായി പോടാ, ജോലി പോടാ, നീ മരിച്ചു പോടാ, ഇതെല്ലാം പറയുമ്പോ നീ വലിയ യോഗ്യനാ, നീ അന്ന് മറ്റോളെ കൈവച്ചത് എനിക്കറിയില്ല, എന്റെ ഭാര്യന്റെ മുമ്പെന്നല്ല അവന്റെ ഭാര്യന്റെ മുമ്പെന്ന് ഇത് പറയും. ഇങ്ങനെ എന്റെ സത്യസന്ധത കൊണ്ട് എന്റെ വായ് തുറന്നുള്ള ഇങ്ങനെ ഈ എവിടെ എന്ത് വേണം വിളിച്ചു പറയാന്നുള്ള കാര്യം കൊണ്ട് പല കുടുംബങ്ങളിലും അടി തീർത്താ തീരൂല എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ. അപ്പം ഞാനൊരു എന്താ പറയാ, ഈ ഇതില് പറയും, ഒരു ആർക്കും അടങ്ങാത്ത ഒരു ഇതല്ലോ എന്തല്ലോ അങ്ങനത്തെ ഒരു, അതായത് കുടി നിർത്തിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു ഇപ്പൊ ഇനി പറയുന്നതല്ലോ. കുടിക്കുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ പറഞ്ഞൊരു വേർഡുണ്ട്, ഈ കുടിക്കുമ്പോ പല സംഭവങ്ങൾ, പല മോശ സംഭവങ്ങൾ, നല്ല എല്ലാം നടന്നു പോയതെല്ലാം അതിനൊന്നും നീ ഉത്തരവാദിത്തമല്ല. എല്ലാം മറ്റേ ഈ ആടിത്തള്ളുപടി എന്ന് പറഞ്ഞ പോലെ അതെല്ലാം നിനക്ക് ദൈവം വിട്ടു തന്നു. ഓ,
നീ രക്ഷപ്പെട്ട് ആ കുടുംബത്തിനോട് ജീവിക്കും. പക്ഷേ വന്നതിന് ശേഷം നീ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ നീ ശ്രമിച്ചാൽ എല്ലാ പണി തിരിച്ച് 8ന്റെ പണി തിരിച്ചു കിട്ടുന്നു. കിട്ടിയിരിക്കും. അനുഭവത്തോടെ പറഞ്ഞ ആ അനുഭവം വേണ്ട, അതേതായാലും കേൾക്കാനുള്ള ഇത് നിങ്ങൾ തുറന്നു വെക്കണ്ട. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു സീനിയർ എന്നോട് പറഞ്ഞൊരു വാക്ക്, ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ, ചെയ്യണം എന്ന് പറയുന്ന വലിയ മല തൂക്കി അപ്പുറം വെക്കൽ, 10,000 റുപ്യ മാസം കെട്ടൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആരുടെയും കാല് കഴുകി വെള്ളം കുടിക്കൽ, അല്ലെങ്കിൽ പാദപൂജ ചെയ്യൽ ഒന്നും വേണ്ട. നീ നിന്റെ കാര്യം മര്യാദയ്ക്ക് നോക്കിയിട്ട് നീ നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ട് നിന്റെ കുടുംബത്തിനോട് നന്നായി ജീവിക്കാനേ പറയുന്നത്. അതാണ് ആത്മീയത. ഉള്ള ഭാര്യക്കും മക്കൾക്കും ചോറും കൊണ്ടും കൊടുത്തു. ഞാൻ ഇവിടുന്ന് വന്നതിന് ശേഷം ഞാൻ ചിന്തിച്ച, നേരത്തെ പറഞ്ഞില്ലേ ഈ ലോട്ടറി എടുക്കുന്നതെല്ലാം ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലത്തില് ഞാൻ എന്തിനാണെന്നറിയാം ലോട്ടറി എടുക്കുന്നത്. യൂസഫ് അലി, അയാൾക്ക് പേര് പറയാൻ പറയാൻ എനിക്കൊന്നും യോഗ്യതയില്ല. അദ്ദേഹം നല്ലതൊക്കെ ചീത്ത അതൊന്നും നമുക്ക്. യൂസഫ് അലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ആൾക്കാർക്കെല്ലാം കോടിക്കണക്കിന്, അങ്ങനെ കോടിക്കണക്കിന് എല്ലാവർക്കും ദാനം ചെയ്യാൻ. അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള ആ സീനിയർ മെമ്പർ പറഞ്ഞത്, നിന്റെ അടുത്ത് 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 10 റുപ്യക്ക് ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കും, അത് മതി. ആ ദാനധർമ്മം നിന്നെ ചെയ്യും. എല്ലാം ഈ കോടിക്കണക്കിന് ദാനം ചെയ്യും. എന്റെ എല്ലാം എക്സ്ട്രീം തോട്ടാണ് എന്റെ ഈ തിങ്കിങ്. അതാണ് പറഞ്ഞത് വന്നത്. യുവർ ഡ്രിങ്കിങ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം, യുവർ തിങ്കിങ് ഈസ് ദ പ്രോബ്ലം. ചിന്തയിലാണ്. ഈ ചിന്ത വന്നിട്ട് ചെറുപ്പത്തിലെ ജനിച്ചപ്പോ ഒന്നും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായ ആളല്ല, ചിന്ത വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പറയും ഈ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്. വലിയ പൈസക്കാരനാണോ, വലിയ അടിപിടിയുള്ള ആളാണ്. കാരണം എനിക്ക് അട്രാക്ഷൻ സീക്കിങ്, എല്ലാവരും എന്നെ പരിഗണിക്കണം, കാണണം. സുരേഷ് വന്നു. ഇപ്പൊ അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാനൊന്നും അങ്ങനെ, എനിക്ക് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. വേലായിട്ടൻ സുരേഷ് അമേരിക്ക സംസാരിച്ച്, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ആളാണ്. ഇതിന് എൻ്റെ അടുത്ത് ഒരു സ്റ്റഫും ഇല്ല. പൈസ ഇല്ല, പഠിപ്പില്ല, അഴകില്ല, അന്തസ്സില്ല എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു മിഡിൽ ക്ലാസ്, ഒരു ലോ ലെവലിലുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഇതിന് കൈയെടുത്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അതായത് സമുദായത്തിൽ നല്ലവനെ കാട്ടി ഏറ്റവും മോശമായ ഗോവിന്ദസ്വാമിനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ സീക്കിങ് ആളായി ഞാൻ മാറി. ശരി, മാറി പോയി, അതൊരു പാർട്ട്. എന്നാൽ നന്നാൻ തീരുമാനിച്ചാൽ, നന്നാകാൻ വേണ്ടി പോലത്തെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ പ്ലെഡ്ജിൽ ഒന്നിക്കെ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ഈ രണ്ടും കൂടി നടത്താന്നുള്ള ഈ പരിപാടിയാണ് പലപ്പോഴും. അത് എൻ്റെ ഒരു മനസ്സിന്റെ ഇതാ. അത് എനിക്ക് ഇതും വേണം അതും വേണം, അത് നടക്കൂല. ഏതെങ്കിലും ഒന്ന് ഏതാന്ന് നീ തീരുമാനിച്ചു. ഇപ്പൊ തീരുമാനിച്ചു ഇനി വിട്ട് വേറെ കഥ ഇല്ല. വയസ്സായിപ്പോ ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കണമെങ്കിൽ ഈ ബേസിക്കലായിട്ട് പറഞ്ഞു, അതായത് ഇവിടെ നിൽക്കണേ നീ ഇത് ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 12ാം പഠിച്ച് നീ മാസത്തിൽ 2 ചെയ്തില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. അല്ലെ 10ാം പടി ദിവസവും ചെയ്യല്ലേ നിന്നെ നീ മെമ്പർ അല്ല. അല്ലെ 4ാം പടി 5ാം പടി എഴുതിയില്ലെങ്കിൽ പടികളെല്ലാം ചെയ്യേണ്ടത് എൻ്റെ ആവശ്യം തന്നെയാണ്. അതിന്റെ കൂടെ 12 പാരമ്പര്യവും കൂടെ തന്നിട്ടുണ്ട്. ആ 10ാം പാരമ്പര്യത്തിൽ പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾ, അതായത് സംബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ എതിർപ്പതോ ആദരിപ്പതോ ഇല്ലെന്ന്. അത് ഏക്ക് എന്നല്ല, എനിക്ക് എന്ന് പറയുന്നത് എൻ്റെ ജീവിത രീതിയാണ്. ആ സംഗതിയിലുള്ള കാര്യങ്ങളിൽ എനിക്ക് ആവശ്യമില്ലാത്ത രാജേഷിനെ നന്നാക്കാൻ പോക്കും, ഗ്രൂപ്പുകളെ നന്നാക്കാൻ പോക്കും, മറ്റേ ഇത് ചെയ്യുമ്പം അവിടെ മറ്റവൻ ഇത് ചെയ്തു എന്നുള്ള ഈ ഫോൾട്ട് ഫൈൻഡിങ്, അതായത് അതിന്റെ 2-3 കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഇതിലുള്ള ഈ എന്താ പറയാ, ഈഗോ, ഗ്രാൻഡിയോസിറ്റി, ഫോൾട്ട് ഫൈൻഡിങ്, സ്ട്രോങ് ആർഗ്യുമെന്റ്സ്, പിന്നെ ഇങ്ങനത്തെ എല്ലാം എൻ്റെ എന്താ പറയാ, എനിക്ക് ബേസിക്കലായിട്ട് ഉണ്ടത്. ഞാൻ ഇതൊന്നും വളർത്തിയെടുക്കേണ്ടൊന്നും ആവശ്യമുണ്ട്. ഇത് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മദ്യത്തിനെ കൂട്ടുപിടിച്ചത്. ഇതെല്ലാം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതല്ലേ പറഞ്ഞു നേരത്തെ, ആ 10ാം പടിയിലെ ആ ഇത് തന്നെ, എന്റെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ ഉടനടി സമ്മതിക്കുക. അത് ഇവിടെ തെറ്റിദ്ധരിക്കൂല തന്നെ. ഞായറാഴ്ച പോയി വെറുതെ ഒരു കൺഫെഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ കുറ്റസമ്മതം പോലെ അക്കൗണ്ടിന്റെ ഉള്ളിൽ പോയി പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ആഴ്ച അത് ചെയ്യാനല്ല പറയുന്നത്.
വൺസ് കമ്മിറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ വലിയ ശക്തിയുടെ മുമ്പിൽ ഞാനിത് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് വീണ്ടും ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് പരിഹാരം തന്നെ ഉദ്ദേശിക്കുന്നത്, പടികളുടെ അവസാന ഘട്ടത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനത്തെ തെറ്റുകളെല്ലാം ചെയ്ത് എന്റെ ജീവിതം തന്നെ ഞാൻ ഇങ്ങനെ ആക്കി തീർത്തു, ഇനിയെങ്കിലും നന്നാണെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ആ തെറ്റുകൾ ചെയ്യാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ശിക്ഷ ഡബിൾ ആവുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനത്തെ ഒന്നും പോകുന്നില്ല. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വായു നോയിൽ ശരീരം, ഭാര്യനോടെല്ലാം ഏറ്റവും കൂടുതൽ ദേഷ്യം അവളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവള് പറയുന്ന ഒരു 3 കാര്യം. ഒന്ന്, എന്റെ മണി മാനേജ്മെന്റ്. രണ്ടാമത്തെ കാര്യം, എന്റെ ഓവർ ഈറ്റിംഗ്, ഈ ഭക്ഷണം കഴിക്കൽ കണ്ടമാനം, ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ തന്നെ. അപ്പം വയസ്സായി രോഗം വരും. ആ ഒരു എന്നെ അവെയർ ചെയ്യാൻ, കുറച്ച് കഴിക്കും മനുഷ്യ, ഈ കുറച്ച് കഴിക്കും മനുഷ്യ എന്ന് പറയുമ്പോൾ എന്റെ മോളെ വീട്ടിലാണുള്ളത് എനിക്ക്. ഓ, നീ നിന്റെ മോളും കൂടെ എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്നു, എനിക്കറിയില്ലേ, എനിക്ക് എന്തറിയാന്നാ പറയുന്നത്. കുറെ കാലം കുടിച്ച് കുറെ കുപ്പിയും കൊണ്ട് നടന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിച്ചിട്ട് മക്കളെ കരകയറ്റി മക്കളെ കൂടെ ഇപ്പൊ ഇന്ന് സന്തോഷത്തോടെ പേരക്കുട്ടീനെയും കെട്ടിപ്പിടിച്ച് കളിക്കുമ്പോൾ നീ എനിക്കറിയില്ല എന്ന് ചോദിക്കാൻ എനിക്ക് എന്ത് അർഹതയുള്ള. അത് ഭാര്യ പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അവളെ ശത്രുവായിട്ടല്ല. അതായത് എന്റെ കാര്യങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച അവരെ ഞാൻ ഏലുള്ളായാലും ശരി എവിടെയുള്ളായാലും ശരി എനിക്ക് അവർ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്പോൺസർഷിപ്പിനെ അധികം പ്രോത്സാഹിപ്പിക്കത്താണ്. എന്നോട് ആ പഴമക്കാരൻ ഇപ്പോഴും, കഴിഞ്ഞ മാസം ഞാൻ കാലിക്കറ്റ് ഉണ്ടാകുമെന്ന്, ഈ നല്ലൊരു സ്പോൺസർ എടുത്ത് വീണ്ടും പടികൾ ചെയ്യണം. ഞാൻ പൂർണ്ണമായും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഫിസിക്കൽ മീറ്റിംഗ്സിന്റെ ഏറ്റവും ആവശ്യകത അവിടെയാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ 12 പ്രാവശ്യം 12 പടി ചെയ്താന്ന് നിങ്ങളൊരു എന്ത് വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ എന്താന്ന് ശരിക്കും മനസ്സിലാകുന്ന ഒരു സീനിയർ മെമ്പറിന്, ഒരു നല്ലൊരു മെമ്പറിന്, അദ്ദേഹത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹം പ്രോഗ്രാം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം നോക്കും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇതൊരു സെൽഫിഷ് പ്രോഗ്രാം ആണെങ്കിലും ഈ സെൽഫിഷിൽ അടങ്ങി മറ്റുള്ള കൂട്ടർ മേലെ അതായത് സന്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് നഷ്ടപ്പെടാതിരിക്കുക. വൺസ് ഇത് കിട്ടിയത് നീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പാസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന് പറയും. അതായത് ഇത് തീർച്ചയായും വീണ്ടും വേറൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ആ ശ്രമം മാത്രമാണ് എന്നെ തുടർന്ന് കൊണ്ടുപോകാനുള്ള. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ വരുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കാനും, അവര് വരാത്തൊന്നും ടോണി ഉണ്ടാവും നാളെ, അല്ലെങ്കിൽ രാജേഷ് ഉണ്ടാവും, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഉണ്ടാവും, ഇതൊന്നും എന്റെ പ്രശ്നമേ അല്ല. ഞാനുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക മാത്രമല്ല ചെയ്യേണ്ടതുണ്ട്. ചെയ്യേണ്ട മാത്രമല്ല, അത് എനിക്ക് റിസൾട്ട് തരുന്നൊന്നു കൂടെ. ആസിഡ് ടെസ്റ്റ് എന്നാ പറയുന്നത്, നമ്മളെ പരിശോധന. അതായത് ഇത് എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് റിസൾട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്നതല്ല ശരിയോ, ബാക്കിയായിട്ടുള്ള ചെയ്യുന്നതല്ല തെറ്റാന്ന് സ്ഥാപിക്കുന്ന കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ഇത് ശരിയാന്ന് അറിയണമെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കേണ്ടതുണ്ട്. ഞാൻ മാത്രം ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയോണ്ട് ഒരു പ്രയോജനമില്ല. എന്നോട് എന്റെ സ്പോൺസർ അവസാനമായിട്ട് വിളിച്ചു പറഞ്ഞ വാക്കാണ്, നീ ആ കാതിലുള്ള പഞ്ഞി എടുത്തിട്ട് വായിലിട്ടിട്ട് കുറച്ചു നേരം ബാക്കിൽ ഇരിയെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ ശീലം ഇല്ലായിരുന്നു. എനിക്ക് സ്വന്തം അറിവുമില്ല, ആരെങ്കിലും പറഞ്ഞു തരുന്ന കേട്ട അറിവുമില്ല. എല്ലാം ഞാൻ പറഞ്ഞ ആ ഒരു ഇതിലാണ് എനിക്കെല്ലാം അറിയാം. അപ്പൊ ആ ഷട്ടർ ഇട്ട കാതില് ഇതൊന്നും പോവില്ല. പോവില്ല എന്ന് മാത്രമല്ല, ഞാൻ ചോദിക്ക പോലും ഇല്ല. ഈ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ഒന്ന് വഴി അറിഞ്ഞ് ചോദിച്ചു പോടാന്ന് പറയുമ്പോൾ, അപ്പൊ അവസാനം ഇതൊരു കൺക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ വരാം. ഒരു 2 കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം ഉള്ള കാര്യം, ഇപ്പൊ എന്റെ വൈഫും ഞാനും അമേരിക്കയിലല്ല, അവരെ അമ്മക്ക് തീരെ സുഖമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 17 നവംബർ എടുത്തിരിക്കുന്നത് ഇവിടുന്ന്. അപ്പൊ ഈ ടൗൺ ബസ് കയറി പോകുന്ന പോലെ ഇനിയിപ്പോ പോകാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോ അതിന്റെ ഒരു പാക്കേജ് പോലെ എന്തോ എടുത്തതാണ്, മരുമോൻ എടുത്ത് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. അവർക്ക് സുഖമില്ല. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്പടി അവിടെ നമുക്ക് സീരിയസ് ആയിരുന്നു, ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള. അവർക്ക് സ്വന്തം അമ്മ, എനിക്കും അങ്ങനത്തെ അമ്മയോ അച്ഛനോ ആരാന്നുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാം മരിച്ചത് എങ്ങനെ, മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തിരുന്നു, ഒറ്റ മോനായിരുന്നു.
അയാൾ കുറെ കൊല്ലങ്ങൾ മുമ്പ് നടന്നു. അതല്ല എൻ്റെ ഭാര്യ നിന്ന് ചെയ്തു. എന്നിട്ട് പോയി ഞാൻ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഉമ്മന്റെ ബോഡി മോർച്ചറിയിൽ വെച്ചിട്ട് നേരെ ഒരു ആ ബോട്ടിൽ വായിട്ട് കുടിച്ചിട്ട് ശവം ദഹിപ്പിക്കണോ കുഴിച്ചിടണോ എന്ന് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്താണ്. അത്രത്തോളം നല്ല മനുഷ്യനാണ്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വെച്ച് അന്നേരം ഞാൻ പോയിട്ട് അന്നേരം സോബറായിരുന്നു, എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ അവളെ അമ്മ ഇപ്പൊ വയസ്സായുണ്ട്, ഒരു 80 years ഉണ്ട് അവർക്ക്. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്തിട്ട് വന്നെങ്കിലും അവരെ മക്കൾ വേറെയുണ്ട്. അപ്പൊ അവക്ക് സ്വന്തം അമ്മയല്ലേ, ഇവളെ ഇളയ മോളുമാണ്, ഭയങ്കര അറ്റാച്ച്ഡുമാണ്. ഇപ്പൊ പോണം എന്നുള്ളത്, അമേരിക്ക പോണം പോണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അവര് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിഭവമായി, ഇവൾ ഈ വേണ്ടായിട്ട് കുറെ ദിവസമാക്കി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് മറ്റേതാണ് മറിച്ച് മോളെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഞാൻ പറയും, എടി എന്താ ചെയ്യാൻ പറ്റാ, കുറച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ആത്മാവ് ശാന്തി, അല്ല സോറി, ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഒന്നും ആകാതിരിക്കാനും പ്രാർത്ഥിക്കാം. നമ്മൾ കറക്റ്റായ ടൈമിന് പോകും. ഇനി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുമനോട് സംസാരിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പം കുറച്ച് ശാന്തമായി. ഇങ്ങനെ ഒന്നും ഞാൻ അവരെ സമാധാനിപ്പിക്കട്ടെ. ഓ, എനിക്ക് മാത്രം ഒരു അമ്മ ഉണ്ട്, അമ്മ ചത്തുപോയി വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ചാവും, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇത് ഏല് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കണമെന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല എൻ്റെ മാറ്റത്തിന്റെ ഭാഗമാണ്. അതായത് ഞാൻ പഴയ മാതിരി സംസാരിക്കാൻ, പഴയ മാതിരി എടുത്തെറിഞ്ഞ് ആരെ എന്ത് വേണം സംസാരിക്കാനുള്ള ആ ഒരു രീതി പോലും പ്രഫൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സ്വഭാവ രീതികൾ തന്നെ മാറ്റാനാണ് പറയുന്നത്. ഈവൻ നടത്തത്തിന്റെ രീതി, ഡ്രസ്സിങ്ങിന്റെ രീതി, സ്പ്രേ പോലും അടിക്കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നും താടി തയ്യായിട്ട് ഫുൾ ചെറുപ്പക്കാരനെ പോലെ ഇങ്ങനെ നമ്പർ ആക്കിയിട്ട് നടക്കുന്നത്. ഇത് തെറ്റൊന്നുമില്ല. എന്നെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്, ഞാൻ നന്നായി നടക്കാം അത് വിചാരിച്ചിട്ട് വെറും കാവി വേസ്റ്റ് കെട്ടിയിട്ട് ഒന്നും ഷർട്ടഡ് ആയിട്ടൊന്നും നടക്കണമെന്ന് ഏല് പറയുന്നുണ്ടില്ല. ആയിരിക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധത്തിൽ നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ മോനെ എന്നാ പറയുന്നത്. അപ്പം ആ കാര്യങ്ങളിൽ ചെയ്തു പോകുമ്പം ഇന്നൊരു മാറ്റം എനിക്ക് തന്നെ എന്നെ പറ്റി അറിയും. വേറെയും കുറെ കാര്യങ്ങൾ പറയാം. ഭാര്യനോട് വെറുതെ ചൂടാകുള്ളൂ. ചൂടാകാൻ പറഞ്ഞ് അതിന് ഈസി ആയിട്ട് ഒരു തൊട്ടാവാടി പോലെ എന്നെ ഒന്ന് മോശമായി നോക്കിയാൽ മതി ഭാര്യ. എന്താടി നോക്കുന്നു, നീ എന്താ എന്നെ ഇപ്പൊ പുച്ഛമായിട്ട് നോക്കുന്നു? അവളെ ഒന്ന് ചിരിച്ചാൽ മതി. അല്ലെങ്കിൽ എന്തിന് എന്റെ പേരക്കുട്ടി പോലും എന്നോട് കളിച്ചില്ലെങ്കിൽ അവന് ചില മൂടാ, ചിലപ്പോ അമ്മന്റെ അടുത്ത്, അതായത് എന്റെ മോളെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ചെണുങ്ങിയിട്ട് വരൂല, അല്ലെങ്കിൽ എന്റെ കൂടെ ഭയങ്കരമായിട്ട് കളിക്കുമോ. ആ മൂഡ് സ്വിങ് പോലും എന്നെ കൊണ്ട്, ഈ 63 വയസ്സുള്ള ആളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ബാലൻസ് ചെയ്യാൻ ഈ പ്രോഗ്രാം പറയുന്നു. അല്ലായിട്ട് മധ്യത്തിലുള്ള ആ സ്ഥലത്തേക്ക് പോകണ്ട അങ്ങനൊന്നും പറയേയില്ല. എനിക്ക് എല്ലാം വരും. എന്റെ പേരക്കുട്ടിക്ക് സുഖമില്ലായിട്ടാണ്, എന്റെ മോക്ക് സുഖമില്ലാണ്ട്, എന്റെ ഭാര്യ എന്റെ അമ്മക്ക് സുഖമില്ലായിട്ടാണ്. മഴ വരും, മഞ്ഞ് വരും, വെയിൽ വരും, പലതും വരും, പല സംഭവങ്ങളും വരും. എല്ലാ ഇമോഷണൽ സോബറിറ്റി എന്നെല്ലാം പറഞ്ഞ പോലെ ഈ സമനിലയായിട്ട് എന്നെ കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു ജീവിത രീതി എനിക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിനൊരു വലിയ ശക്തിയുടെ ഒരു അനുഗ്രഹവും. അതേപോലെ എനിക്കെല്ലാം ഇത്രയും കൊല്ലം ഈ സോവറിറ്റി കിട്ടുമെന്ന് തന്നെ ഞാനൊന്നും ചിന്തിച്ചല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഞാൻ ഇടയ്ക്ക് എന്റെ ഭാര്യ ഇന്ന് എന്നെ നായിക്ക് ചങ്ങലിട്ട പോലെ, മാഹി എന്ന് പറഞ്ഞ ഒരു സ്ഥലം പേര് പറഞ്ഞാൽ മതി എനിക്ക് കുടിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഏര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ക്രിക്കറ്റ് പ്ലേസ് അടിച്ചു വിടുന്ന ഷാമ്പയിൻ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന്. ഇതെല്ലാം ഒരു മദ്യപാനാസക്ത രോഗിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അത് നടക്കാത്ത സഫലമാകാത്ത ബാക്കി എല്ലാം ചെയ്തിന് ഇതൊരു ചെയ്യേണ്ട വലിയ കാര്യമുണ്ടാ. പക്ഷെ ചിന്ത അങ്ങനെ വരുള്ളൂ. ഈ ചിന്തകളെ അടക്കാൻ, അല്ല അടക്കാന്ന് കൂടെ ഇല്ല, അതിനെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സംഗതികൾ തരുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, എന്ത് ഈ സന്ദേശം കൊടുക്കുമ്പം എല്ലാ ഗ്രൂപ്പുകളുമായിട്ടുള്ള ഫംഗ്ഷൻ. ഇതിൽ ഞാനിപ്പോ ടോപ്പിക് നടത്താൻ വേണ്ടിയിട്ടൊന്നും വരുന്നത്, എന്തെങ്കിലും ഞാൻ നടത്തിയത് ടോപ്പിക് ആണോ എന്നാ എനിക്ക് തന്നെ അറിയില്ല. അത് വേണമെങ്കിൽ റെക്കോർഡെല്ലാം ചിലപ്പോൾ കേൾക്കലുണ്ട്, കേട്ട് കഴിഞ്ഞാൽ എനിക്കേ ചിരി വരും. അപ്പോ ഇവിടെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അനുഭവങ്ങളിലൂടെ. ഞാൻ ആര് പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, 10 വർഷം 13 വർഷം എന്ന് ആദ്യം പറയുമ്പോൾ എനിക്ക് ചിരിയാതെ ഇതിന്റെ പൊട്ടത്തരം പറഞ്ഞു. 13 വർഷം കുടിക്കാതിരിക്കും,
എൻ്റെ ആദ്യത്തെ സീനിയർ. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം 2 വർഷമായപ്പോൾ ഇയാളിപ്പോ നൈസായിട്ട് അയാളെ ജയിക്കണം എന്നായിരുന്നു എൻ്റെ. അപ്പൊ തൂത്തുക്കുടിയിൽ പറഞ്ഞൊരു വേടാ, ഫ്രണ്ട് വീലിനെ താണ്ടി ബാക്ക് വീല് പോകാൻ முடியாது മോനെ. ടൂ വീലറിന്റെ കാര്യം, ഫ്രണ്ട് വീലിന് പോകുന്നതിന്റെ ബാക്ക് വീൽ അങ്ങനെ അനുസരിച്ച് ആരെ കൂടെ ഇങ്ങനെ ഈ സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവര് പറയുന്ന സ്റ്റിക്ക് വിത്ത് ദ വിന്നേഴ്സ് എന്ന് പറയും. ആ വിജയം ഭരിച്ചവര് വെറുതെ പോകുന്ന കൂട്ടറെ കൂടെ ആ ഗ്രൂപ്പുകൾ പല വിധത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എന്നെ പോലത്തെ ഒന്നിനും കൊള്ളാത്ത ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. അതായത് പഠികളും ചെയ്യില്ല. പറഞ്ഞ രണ്ട് പാപമുണ്ട്. ഒന്ന്, എന്റെ വളർച്ച ഞാൻ തടയിടുന്നു. വളർച്ച എന്ന് പറയുന്നത് 98 കിലോ ആയാലും മറ്റേതും അല്ല. എന്റെ ആത്മീയ വളർച്ച, എന്റെ ആത്മീയ പുരോഗതി, അതാണ് പറയുന്നത്. ആ ഇത് തടയിടുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ മാറി നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു പ്രോഗ്രാം. അത്രത്തോളം എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. മരിച്ചു പോകുന്ന മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അല്ലേ പറഞ്ഞ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവനെന്താ ഇങ്ങനെ, എന്റെ ഭാര്യ എവിടെ പോയെ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ള കൂട്ടപ്പെടുത്തി പ്ലേഗ് രോഗം പോലെയെന്ന് പറഞ്ഞു ഈ പരദൂഷണം പറച്ചിലും ഇങ്ങനത്തെ ഇതെല്ലാം. പരക്കും. അനോണിമിറ്റി, ഏതാ പറയുന്നത്, വന്നു കഴിഞ്ഞാൽ ഈ അനോണിമിറ്റി എല്ലാം എന്നെ കൊണ്ട് കീപ്പ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ രണ്ടാളോട് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരില്ല. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യം, ഏലുള്ള ഒരു സുഹൃത്തിന്റെ മോളെ ഒരു സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. ഞാനത് നേരെ എന്റെ ഭാര്യനോട് പോയി പറഞ്ഞു. ഭാഗ്യം എന്റെ ഭാര്യനോടാ പോയി പറഞ്ഞു ഇത് ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേറെ ഒന്നും എന്നെ ഉപദേശിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് രണ്ട് പെണ്ണാണെന്നുള്ളത് മറന്നുകൊണ്ടാണ്. ഞാൻ എന്റെ കാര്യത്തിൽ വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഓ, അവനെന്താ എന്റെ മോളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു? അതായത് വേറെ ആൾക്കാരെ മോളെ കൊണ്ടോ, വേറെ ആൾക്കാരെ ഭാര്യനെ കൊണ്ടോ, വേറെ ആരെ കൊണ്ടോ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാന്നുള്ള ഒരു ലൈസൻസ് കിട്ടിയ പോലെയുള്ള സംസാര രീതി. ഒരു ജസ്റ്റ് ഒരു ഇത് പറയേണ്ട ഭാര്യ എന്നോട് ഇപ്പം ഇടയിൽ പറഞ്ഞത്, എന്റെ മോളെ കല്യാണം കഴിച്ച ആളുടെ ഒരു റിലേറ്റീവ്സ് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറുമ്പോൾ അവരെ വീട്ടിൽ പോയിട്ടാ വന്നത്. അവരെ ഒരു റിലേറ്റീവ് അവിടെ വന്നപ്പോൾ അവരെ ഞങ്ങൾക്ക് നേരത്തെ അറിയുന്നത്. ആ ഒരു സ്ത്രീ കുറച്ചിപ്പോ തടിച്ചിരിക്കുന്നു. ആ ഒരു തടിച്ചാലും മെലിഞ്ഞാലേ എനിക്കെന്ത്. അവരോട് ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ഭയങ്കര തടിച്ചു പോയിരുന്നു. എന്റെ ഭാര്യ എന്നെങ്ങനെ കുടിച്ചതും പറ്റില്ല, അടിച്ച് കൊല്ലാത്ത ഭാഗ്യായി. ഇത് ഇവിടാന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഒഴിവായ തരം ഇതെല്ലാം തന്നെയാണ് പ്രശ്നം. ഒരു മദ്യപാനാസക്ത രോഗിക്ക് എന്താ പറയാ, വീണ്ടും കുടിക്കണം എന്നുള്ള റിലാക്സ് എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ട് അവസാനം എന്റെ ഭാര്യ പറയുന്ന ചീത്തയും കേട്ടു അവരെ കുറിച്ച് എന്തെങ്കിലും, ഇയാളെ മോള് മാത്രമേ മെലിഞ്ഞിട്ടുള്ള അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ഞാൻ തന്നെ എന്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ എന്നാ പറഞ്ഞു. അതെനിക്ക് കാണിച്ചു തന്ന ആ മുഖം, എന്റെ കണ്ണാടിന്റെ മുമ്പ് പോയി പ്രോഗ്രാം ചെയ്യാനാവും, നീ എന്നെ ശരിയാക്കും. എന്റെ താക്കോല് എനിക്ക് എന്നെ തന്നുകൊണ്ട് ഇന്ന് ആ പ്രോഗ്രാം ചെയ്യും. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എന്റെ മോള് ഇപ്പം ഇവിടെ ഉള്ളത് ഡിപ്പെൻഡൻസ് വിസയല്ല. എന്റെ മരുമകൻ അവരൊരു ഈ ഒരു നെഗ്ലിജൻസ്, അതായത് ഒരു വിട്ടു പോകേണ്ട ഒരു കാര്യത്തിൽ അവരെ വിസ എന്തോ ഒരു ഇത് ചെയ്യുന്നത്, വിസയല്ല വേറെ I-45 എന്തോന്ന് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം. ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ മരുമകനിലെ ടീറ്റോട്ടലാണ്. അതെല്ലാം വലിയ കാര്യമായിട്ട് അത് എടുത്ത് ഭയങ്കര ഡിസ്കഷൻ, വീട്ടിൽ ഭയങ്കര കച്ചറ. ഈ സമയങ്ങളിലെല്ലാം എന്നെ കൊണ്ട് വായി ഒന്ന് തുറക്കാതെ മൗനം പാലിക്കാൻ പറ്റും. മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതങ്ങനെ ചെയ്തുകൂടായിരുന്ന, എനിക്ക് ഒരു കാര്യം അറിയാത്ത കാര്യമായിരുന്നു. അതാണ് ഈ 10ാം പാരമ്പര്യം. 10ാം പാരമ്പര്യം ഗ്രൂപ്പുകളിൽ മാത്രം ഇങ്ങനത്തെ ഈ ഡോമിനേഷനും ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ. എന്റെ കുടുംബത്തിലും വേണ്ടാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കുന്നു, വേണ്ടാത്തതെന്നല്ല, എനിക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വേണ്ടായിട്ട് കയറിയ അഭിപ്രായം പറയാനും ഒരു സീനിയർ മെമ്പർ എന്നോട് പറഞ്ഞതാ ചെന്നൈയിൽ, ഭക്ഷണം കഴിക്കാൻ മാത്രം വായി തുറക്കുന്നത്. ഒരേ മെമ്പർ ഒരു വീട്ടില് കുടുംബത്തില്, കാരണം എല്ലാ പണിയും ഒപ്പിച്ചിട്ടാണ്.
ഒന്നും ഒപ്പിക്കാത്ത ആളല്ല. അവളെ എല്ലാ പൊന്നും കാലിയാക്കി. എന്താ പറയാ, അവളെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്ഥലത്തിന്റെ അത് വിട്ടിട്ട് കിട്ടിയ ഒരു ഫ്ലാറ്റിൽ ഇപ്പം കാലിക്കറ്റ് കുറച്ച് പൈസ പെൻഷൻ കിട്ടി ജീവിക്കുന്ന ആളാണ്. ഒന്നും ചെയ്യാത്ത മനുഷ്യനെ പോലെ ഇപ്പൊ അവർക്ക് ആത്മീയത പറഞ്ഞു നടക്കുന്നത്. അവരെ കൊണ്ട് സഹിക്കാൻ. എന്റെ ഭാര്യ പറയും ചിലപ്പോൾ ഈ പ്രോഗ്രാം ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവരെല്ലാം നമ്മളെ രാമേട്ടനുള്ള ഈ പോസ്റ്ററിൽ ഇടൂലേ, അത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് എന്റെ വൈഫിന്റെ ഒരു ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ട് B4 എന്ന് പറയും, അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ നേരത്തെ രാമേശ്വരത്ത് ഒരു കൊറോണ സമയത്ത് സ്പിരിച്വാലിറ്റി ആത്മീയതയെ പറ്റി സംസാരിക്കുന്നു സുരേഷ് നെയ്വേലി. അത് പോസ്റ്റർ ഇട്ടത് നേരെ വൈഫിന് അയച്ചു കൊടുത്തു. വൈഫ് ചോദിച്ചൊരു ചോദ്യം, ആത്മീയത അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു, അത് കേൾക്കാനും ഇവിടെ ആൾക്കാരുണ്ടോന്ന്. എന്നിട്ട് ശരിയാ ചിരിച്ചത്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഇതിന് ഇനിയും കുറച്ച് ചിന്തിക്കുന്നത്, അതായത് മാറ്റി ചിന്തിക്കുന്നത് എന്താ പറയാ, അതായത് നമ്മളെ ഇതിൽ പറഞ്ഞ റീബർത്ത്, പുനർജന്മം, പുനർപതനം, അതേപോലെ തന്നെയാണ് പുനർചിന്തനം. വീണ്ടും ഒരു തിങ്ക് ചെയ്യുന്നത്, മാറ്റി തിങ്ക് ചെയ്യുന്നത്, തിങ്ക് എന്ന് പറഞ്ഞ പോലെ ആ ചിന്തനയുടെ ഒരു മാറ്റം. ഇന്ന് ആ ഭാവത്തിനും രൂപത്തിലെല്ലാം ഞാൻ മാറിയിരിക്കുന്നു. ധൈര്യമായിട്ട് പറയും നിങ്ങളോട്. നിങ്ങളാണ് എൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയും. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എനിക്ക് ഇവിടെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു മാറ്റം എന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എന്റെ വിജയം തന്നെ. കാരണം ഇത്രയെങ്കിലും മാറാൻ പറ്റിയല്ലോ. അപ്പൊ അവരാ കാര്യങ്ങളിൽ ഇടപെടാതെ അവരവരെ കാര്യം ചെയ്തോളൂ. എന്റെ ഭാര്യ അത് പറയുന്നത്, നിങ്ങൾ വേണ്ടാത്ത ഒന്നും പറയരുത്, ദയവേരുത്. മരുമോനെ അങ്ങനെ നോക്കണ്ടേ, മറ്റേത് ചെയ്യണ്ടേ. എന്റെ ഒരു ചെറിയ മോള്, അവള് വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ. അവള് പോയപ്പോ അവള് ഈ വെബ് ഡിസൈൻ എഞ്ചിനീയർ, അവളൊരു ജോലിക്ക് ജോയിൻ ചെയ്ത് പോകുമ്പോ അവളോട് ഞാൻ പറഞ്ഞു, നോക്കി ചെയ്യണേ മോളെ. അവളോട് പച്ചയ്ക്ക് ചോദിച്ചു, അച്ഛൻ ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാം? ഈ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തേ നോക്കി ചെയ്യേണ്ടത്? 12ാം ക്ലാസ് 7 അറ്റംപ്റ്റ് കമ്പ്യൂട്ടർ എൻ്റർ പാസ്വേഡ് മറ്റേതെന്നുള്ള മാത്രം അറിയുന്ന എനിക്ക് അവര് ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ചെയ്യുന്ന ഒരു ജോലി ഞാൻ അതിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ സെല്ല് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്, ഇതെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന നോസ് കട്ടാണ്. അപ്പൊ അതാ ചെയ്യരുത് എന്ന് പറയുന്നു. അല്ലാണ്ട് ആരെയും കത്തിയെടുത്ത് കുത്തലോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യലോ ബാഗ് കൊള്ളയടിക്കലോ എന്നല്ല ഏഴ് പറയുന്ന പാപങ്ങൾ. മറ്റുള്ള കുട്ടികളെ ഒരു ഡിസ്ട്രാക്ട് ആക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അതൊരു പാപം തന്നെയാണ്. ഇന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത്, അതായത് ഒരു ചായ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു സാമ്പാർ വെച്ച അല്ലെങ്കിൽ ഒരു എന്തൊക്കെ തന്നു നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അവരൊരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സാരി സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചാണ് ഞാൻ നെഗറ്റിവിറ്റിയാ ഫ്ലറിഷ് ചെയ്യുക. എന്ത് സാരി ആര് വെച്ചാൽ അവരെ കംപ്ലീറ്റ് മൂഡ് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു ഡിസ്കഷൻ എന്തെങ്കിലും വരുമ്പോൾ അവളൊരു അഭിപ്രായം പറയും. അന്നേരം ഒറ്റ വേർഡ്, എനിക്ക് എന്താ അറിയാം, എന്നോട് പറയും ചെപ്പ് എന്ന പോലെയുള്ള വാർത്താനം എന്നോട് പറയരുത്. എനിക്കെന്താ അറിയാന്ന് പറഞ്ഞാണോ നിന്റെ 2 മക്കളെയും വളർത്തി ഇത്രയും ആക്കിയിട്ട് ആ സമയത്തൊന്നും നീ എവിടെയാ പോയെന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഈ തിരിച്ച് വാങ്ങിക്കുന്നത് എന്റെ ഇതുകൊണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും മുതിരരുത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതെല്ലാം വെറുതെ പറഞ്ഞിട്ട് വിടുന്നില്ല അവര്. ഇതെല്ലാം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ദേഷ്യം വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെ വായി തുറക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫുൾ ടൈം ഒരു അടച്ച മുറിയിലിരിക്കാൻ പറ്റുമോ? ഞാൻ ചോറുന്നുമ്പോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ പുറത്തേക്ക് വരണ്ടേ? പ്രാർത്ഥന, ധ്യാനം, എന്റെ സ്വയ അറിവ്, അതൊരു വളരെ ഞാൻ ഇന്ന് ബെറ്റർമെന്റ് ആണോ, ഇന്നലത്തെ പോലെ ഞാൻ ഇന്ന് എന്തെങ്കിലും വീണ്ടും ഞാൻ എന്ത് ചെയ്താലും പൊട്ടത്തര ചെയ്തുള്ളൂ എന്റെ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? റിട്ടയർ ചെയ്ത് എല്ലാവർക്കും ആദ്യമായിരുന്നു എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, വെറുതെ ഇങ്ങനെ ഇരിക്കണോ? എന്റെ ഭാര്യ പറഞ്ഞു, ഒരു ജോലിക്കും പോണ്ട, പോയടുത്ത് പിന്നെ ഞാൻ ബാക്കിൽ ഓടേണ്ടി വരും, ഒന്നും ചെയ്യാതിരിക്കുന്നു. എന്നോട് സീനിയേഴ്സും അതാ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഒരാണി കൊടുങ്ങണ്ടെന്ന് പറഞ്ഞു. ഞങ്ങാണ്ട് ഇവിടെ ഇരുന്നാൽ മതി. ഈ കിട്ടിയ സൗഭാഗ്യത്തിന് നന്ദി പറയാൻ ദൈവത്തിനുണ്ട്. എന്നെ ഒരു പ്രോഗ്രാം കിട്ടിയതിനും എന്നെയും ഇത്രയും സമയം കേട്ടതിനും നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രാജേഷ് ഭായ്, താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു.